നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാജ്യം അമ്പരന്ന രാജിപ്രഖ്യാപനമാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നടത്തിയത്. എന്താണ് രാജിവെക്കാൻ കാരണം? ദിവസം 4ആയിട്ടും കേന്ദ്ര സർക്കാർ മൗനത്തിൽ. രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനമൊഴിയാൻ കാരണമറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ആരോഗ്യ കാരണമാണെന്ന് പറയുമ്പോഴും അഭ്യൂഹങ്ങൾ നിരവധി. കേന്ദ്ര സർക്കാരുമായുള്ള തർക്കം, പ്രധാനമന്ത്രിയുടെ അതൃപ്തി, അമിത്ഷാ, കിരൺ റിജിജു എന്നിവർ അവഗണിച്ചത്, രാഷ്ട്രപതിയാകാൻ ജഗ്ദീപ് ധൻഖർ ആഗ്രഹം പ്രകടിപ്പിച്ചത്. അഭ്യൂഹങ്ങൾക്ക് പഞ്ഞമില്ല. വിചിത്രമായ കാര്യമാണ് സംഭവിക്കുന്നത് എന്ന് വിമർശിക്കുന്ന പ്രതിപക്ഷം സ്ഥാനമൊഴിഞ്ഞ ഉപരാഷ്ട്രപതിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഫോൺ പോലും എടുക്കാതെ ഒഴിഞ്ഞുമാറൽ. എന്താണ് സംഭവിക്കുന്നത്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പേരിൽ ശ്രീ റോണി കെ ബേബി, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ സിബി സത്യൻ, ശ്രീ വിനോദ് മാത്യു വിൽസൺ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ സിബി സത്യൻ, ഇത് രാജ്യത്ത് ആദ്യമാണ് ഉപരാഷ്ട്രപതി സ്ഥാനമൊഴിയുന്നു. ദിവസം 4ആയി. പക്ഷേ എന്താണ് കാരണമെന്ന് ഇപ്പോഴും രാജ്യത്തിന് അറിയില്ല. ഇങ്ങനെയാണോ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം വരേണ്ടത്? വിശദീകരണമെന്ന് ഒന്നില്ല, ആരോഗ്യ കാരണമാണ് പറയുന്നത്. പക്ഷേ അതിപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? മഞ്ജുഷ, ഇത് വളരെ അത്യപൂർവമായ ഒരു സംഗതിയാണ്. കാരണം വെച്ചാൽ ആരോഗ്യ കാരണം പറഞ്ഞിട്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ഒരാൾ റിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് മുമ്പ് കേട്ടുകേൾവിയില്ല. കാരണം സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തിന്റെ 2ാം സ്ഥാനത്താണ് ഉപരാഷ്ട്രപതി വരുന്നത്. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ആരോഗ്യപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മികച്ച കെയർ കിട്ടാനുള്ള ഏറ്റവും നല്ല സംവിധാനം ഉപരാഷ്ട്രപതിയായി തുടരുക എന്നുള്ളതാണ്. കാരണം സ്വന്തമായിട്ട് എയിംസ് വെളിപ്പാടകലെയുണ്ട്, എത്ര ഡോക്ടർമാർ, രാജ്യത്തിന്റെ മുഴുവൻ മെഡിക്കൽ സംവിധാനം ഒപ്പമുണ്ട്, വിദേശത്ത് പോകണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ മുഴുവൻ സംഗതികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനത്തില് നമുക്ക് സാമാന്യ യുക്തി വെച്ച് ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഒരു ഉപരാഷ്ട്രപതിക്കാണോ മുൻ ഉപരാഷ്ട്രപതിക്കാണോ കൂടുതൽ മെഡിക്കൽ സർവീസുകൾ കിട്ടാൻ സാധ്യത എന്ന് ആലോചിച്ചാൽ നമുക്ക് നിഷ്പ്രയാസം കിട്ടാവുന്ന ഉത്തരമേ ഈ ആരോഗ്യ കാരണത്തിന് പിന്നിലുള്ളൂ. അപ്പൊ അത്ര ഒരു ആരോഗ്യ കാരണം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒരുപക്ഷെ ധൻഖർ ഉപരാഷ്ട്രപതിയായിരുന്ന ശ്രീ ധൻഖർ BJPക്ക് കൊടുക്കുന്ന ഒരു വാണിംഗ് കൂടിയാണത്. അതായത് ഞാൻ ഇത് ഇങ്ങനെ പറയുന്നതോട് കൂടിയിട്ട് ഇതൊരു വലിയ ചർച്ചയാകുമെന്നും അതുവഴി ഞാൻ പുറത്തു പോകേണ്ട സാഹചര്യങ്ങൾ ഒരുപക്ഷെ രാജ്യം ചർച്ച ചെയ്യുമെന്നും ഉള്ള പ്രതീക്ഷയിൽ തന്നെയാകണം അദ്ദേഹം വളരെ കൃത്യമായിട്ട്, വളരെ ക്ലെവറായിട്ട് അത്തരം ഒരു പരാമർശം. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹ പ്രകടനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അത് BJP കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിടുന്നതാണല്ലോ. രാഷ്ട്രപതിയാകാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അത് BJPക്ക് അത്രയ്ക്ക് താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നില്ല. അതിനാൽ അദ്ദേഹം BJPയുമായിട്ട് പതിയെ പിണങ്ങുന്നു. പിന്നെ രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ അത് കേന്ദ്ര സർക്കാരിനെ കുഴയ്ക്കുന്ന രീതിയിലായി പോകുന്നു. അങ്ങനെ 2 മന്ത്രിമാർ അദ്ദേഹം വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാതെ വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സംഭവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ രാഷ്ട്രപതിയാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് അതൊരു പ്രധാന കാരണമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. മഞ്ജുഷ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, രാഷ്ട്രപതിയാവാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നത് ഒരു BJP സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ BJP നേതാക്കൾ പല സോഴ്സുകളിലൂടെ പുറത്തുവിടുന്ന ഒരു സംഗതി മാത്രമാണ്. നമ്മൾ അതിന്റെ പിന്നാമ്പുറത്തിലേക്ക് ഒന്ന് നോക്കാം, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത്. അതായത് ഡൽഹിയിലെ ഒരു പ്രമുഖ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് വൻതോതിലെ ക്യാഷ് കണ്ടെടുക്കുന്നു. ഈ ജഡ്ജിക്ക് BJP ബന്ധങ്ങൾ ഉണ്ട് എന്നത് പലരും അടക്കം പറയുകയും അല്ലാതെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം ഈ വിഷയത്തില് നമ്മളൊരു കാര്യം ആലോചിക്കണം. ധൻഖർ എന്ന് പറയുന്ന ഈ ഉപരാഷ്ട്രപതി, അദ്ദേഹം ഗവർണറായിരിക്കുമ്പോഴും അദ്ദേഹം ഉപരാഷ്ട്രപതിയായിരിക്കുമ്പോൾ പോലും, ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന സാധാരണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഗവർണറായിരിക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയ ഒരു ഗവർണർ, അതായത് BJPയുടെ താല്പര്യങ്ങൾ എത്ര കൃത്യമായിട്ട് എങ്ങനെ നടപ്പിലാക്കാം എന്ന് പറഞ്ഞ് അതേ രീതിയിൽ തല്ലുണ്ടാക്കിയ ഒരു ഗവർണറാണ് അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം ഉപരാഷ്ട്രപതിയാവുമ്പോൾ രാജ്യസഭയിൽ ഏറ്റവും അതിശക്തമായിട്ട് BJPക്ക് വേണ്ടി സാധാരണ ഈ സഭാധ്യക്ഷന്മാർ കുറച്ച് ന്യൂട്രൽ ആവണമെന്നാണ് ഒരു വയ്പ്. പക്ഷെ അതിന്റെ യാതൊരു സാധ്യതയും കൊടുക്കാതെ വളരെ പൂർണ്ണമായിട്ട് BJPക്ക് കംപ്ലീറ്റ്ലി അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്ത് മുന്നോട്ട് നീങ്ങിയ ഒരാളാണ് ശ്രീ ധൻഖർ. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ രാജ്യസഭയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവം, അതായത് രാജ്യസഭാ ഉപാധ്യക്ഷനെതിരെ ഒരു നോട്ട് കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാൻ, ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുക വരെ ചെയ്യുന്ന രീതിയിലുള്ള ഏകപക്ഷീയമായ പ്രവണതകൾ ധൻഖറിനുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെ BJPക്ക് അനുകൂലമായി നിന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ അടുത്ത തവണ രാഷ്ട്രപതിയാകാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന കാരണവും അത് അനുവദിക്കാത്ത കാരണം കൊണ്ട് അദ്ദേഹം രാജിവെച്ചു, അല്ലെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങളെ രാജിവെച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു എന്താ പറയുക ലോജിക്കില്ലായ്മയുണ്ട്. അപ്പൊ അത്തരം ലോജിക്കില്ലായ്മയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അതിനേക്കാൾ ഭീകരമായി കാണേണ്ട ഒരു പോയിന്റ്,
അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും, അതായത് പ്രതിപക്ഷത്തിനോടക്കം ഈ പറഞ്ഞ ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്നു എന്നടക്കമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശ്രീ ധൻഖറിനെ പൊതുവെ കാണുന്ന ഒരു ഒരു ഗുണം എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ അഴിമതിക്കെതിരെ വാദോരാതെ സംസാരിച്ച ഒരാളാണ് അദ്ദേഹം അതിശക്തമായി സ്റ്റാൻഡ് എടുക്കുകയും അതോടൊപ്പം തന്നെ ജുഡീഷ്യറിക്ക് മുകളിലാണ് പാർലമെന്റ്, ജനകീയ പരമാധികാര സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ അധികാരം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് എടുക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഈ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റിനുള്ള ഒരു നോട്ടീസ് വന്നപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു, രാജ്യസഭയിൽ അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സഡൻ ടേൺ ഓഫ് ഇവന്റ്സിന് ഒരു കാരണമായിട്ട് എല്ലാവരും കൃത്യമായി കണക്കാക്കുന്ന ഒരു പോയിന്റ്. പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള ഈ ഇംപീച്ച്മെന്റ് പ്രമേയം അതാണ് ഒരു കാരണമായിട്ട് കാട്ടുന്നത്. പക്ഷെ അവിടെയും ലോക്സഭയിൽ സംയുക്തമായ ഒരു പ്രമേയത്തിനുള്ള നീക്കം നടത്തുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരും ഉണ്ടായിരുന്നു. ഭരണപക്ഷ പ്രതിപക്ഷ സംയുക്ത നീക്കം യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടത്തുവാനായിരുന്നുവല്ലോ. പക്ഷേ രാജ്യസഭയിൽ അത് തിടുക്കപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും അത് കേന്ദ്ര സർക്കാരിന്റെ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു. BJPക്ക് അദ്ദേഹത്തോട് അതൃപ്തി അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടാവണം. ശ്രീജിത് പണിക്കർ, രാജ്യത്തിന് അർഹതയുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നമ്മുടെ ഉപരാഷ്ട്രപതി രാജിവെച്ചത് എന്ന് അറിയുന്നതിന് അത് സ്വാഭാവികമാണത്. പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവന ഇതുവരെ കണ്ടിട്ടില്ല. ആരോഗ്യ കാരണം എന്ന് പറയുമ്പോഴും അതും വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണല്ലോ. പക്ഷെ അങ്ങനെയും ഉണ്ടാകുന്നില്ല 4 ദിവസമായി. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരാൾ രാജിവെക്കുന്ന സമയത്ത് ആ രാജിയുടെ കാരണം അദ്ദേഹമാണ് വിശദമാക്കേണ്ടത്, അത് സർക്കാരല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ അദ്ദേഹം ഹെൽത്ത് റീസൺസ് ആണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഭാഗം. അപ്പോൾ അതിൽ അങ്ങനെ ഒരു ഉപരാഷ്ട്രപതി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച മെഡിക്കൽ ഫെസിലിറ്റി കിട്ടുന്നത് എന്നൊക്കെ ശ്രീ CB സത്യൻ പറയുന്നതിൻ്റെ സാങ്കത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് എല്ലാവിധ മെഡിക്കൽ കെയറും അദ്ദേഹം മുൻ ഉപരാഷ്ട്രപതി ആകുന്ന സമയത്തും കിട്ടുന്നുണ്ട്. അതിലെന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതയില്ല. അത് തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ ചികിത്സ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് തന്നെ തുടരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉപരാഷ്ട്രപതിയായിട്ട് തന്നെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം അദ്ദേഹം ഉപരാഷ്ട്രപതിയായി തുടരട്ടെ എന്നാണ് പറയുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം ഉപരാഷ്ട്രപതി ആകുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉപരാഷ്ട്രപതി ആകുന്നത്. അപ്പോൾ അത് പ്രൈമറിലി ഡിസ്ചാർജ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി മെഡിക്കൽ ഫെസിലിറ്റി കിട്ടുക എന്നുള്ളതാണ് എങ്കിൽ രാഷ്ട്രപതിക്കും മുൻ ഉപരാഷ്ട്രപതിക്കും എല്ലാം ഒരേപോലെ തന്നെയാണ് ചികിത്സാ സൗകര്യങ്ങൾ കിട്ടുന്നത് എന്ന ഒരു കാര്യം. 2, ഈ പറഞ്ഞതുപോലെ ഇനി അതല്ല മറ്റെന്തെങ്കിലും കാരണമുണ്ട് എങ്കിൽ ആദ്യം ഇദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ഹെൽത്ത് ഗ്രൗണ്ട്സ് ശരിയാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ബെസ്റ്റ് ഓഫ് ഹെൽത്തിലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ ഈ കഴിഞ്ഞ മാർച്ച് മാസമാണ് അദ്ദേഹം എയിംസിൽ അഡ്മിറ്റഡ് ആയിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ മാസം ജൂൺ മാസം അദ്ദേഹം ഉത്തരാഖണ്ഡിൽ സന്ദർശനം നടത്തുന്നതിനിടെ പൊടുന്നനെ അദ്ദേഹം അബോധാവസ്ഥയിലാകുന്നു, ബോധം കെട്ട് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മാസം ജൂലൈ മാസത്തിൽ ആദ്യം അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഒരു ഹെൽത്ത് കണ്ടീഷനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നതിൽ തർക്കമില്ല. ഇനി അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ആ കാരണങ്ങൾ എന്താണ് എന്നുള്ളതും അഭ്യൂഹമാണ്. നിലവിൽ നമുക്കറിയാവുന്നത് ഹെൽത്ത് റീസൺസ് ആണ്. ഇനിയുള്ള കാരണങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒന്ന്, BJPയും അദ്ദേഹവും തമ്മിൽ നല്ല ടേംസിലല്ല. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശ്രീ CB സത്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് എന്താണ് അടിസ്ഥാനമെന്ന് എനിക്കറിയില്ല. അതായത് BJPയും യശ്വന്ത് വർമ്മയും തമ്മിലുള്ള ടൈസിനെ പറ്റി ഇപ്പോൾ പുറത്തു വരുന്നു. ആര് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും മാധ്യമങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും ലീഡ് പുറത്തു കൊണ്ടുവന്നോ എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ ആരോപണത്തിലെങ്കിലും അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? സത്യത്തിൽ BJP അവർക്കൊരു അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടി അവർ നോക്കി. ലോക്സഭയിൽ ഒരു പ്രമേയമായിട്ട് കൊണ്ടുവരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആ ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം അത് BJP ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് BJPക്ക് പോകും. നേരെ മറിച്ച് രാജ്യസഭയിൽ അത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് സംയുക്ത പ്രമേയമായിട്ടല്ല. BJP ആദ്യം ലോക്സഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് രാജ്യസഭ അവരുടെ പ്ലാനിലില്ലായിരുന്നു. പക്ഷെ അവിടെ BJPയെ പ്രീഎംപ്റ്റ് ചെയ്തുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് തന്നെ കോൺഗ്രസ് അവിടെ നീങ്ങിയത് കൊണ്ടാണ് കോൺഗ്രസ് ആദ്യമേ തന്നെ അവിടെ കൊണ്ടുപോയി പ്രമേയം കൊടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ മോഷൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത്. അദ്ദേഹം അതിനെ സ്വീകരിച്ചു. അദ്ദേഹം ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല. നിയമപരമായിട്ടാണെങ്കിലും ഭരണഘടനാപരമായിട്ടാണെങ്കിലും അദ്ദേഹം ചെയ്തിരിക്കുന്നത് ശരി തന്നെയാണ്. പക്ഷെ അതിന് മുമ്പുള്ള ഒരു വിഷയം, JP നദ്ദ അടക്കമുള്ള BJPയുടെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ പല പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നെ കിരൺ റിജിജു ഉൾപ്പെടെയുള്ള പല നേതാക്കളും അദ്ദേഹത്തെ കണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, ലോക്സഭയിൽ ഈ പ്രൊസീഡിംഗ് നടക്കുന്നുണ്ട്, ലോക്സഭയിൽ അത് ആദ്യം സ്വീകരിച്ച് അവതരിപ്പിക്കട്ടെ, ഇതിൽ അല്പം സാവകാശം എടുക്കണം
എന്നായിരിക്കാം ഗവൺമെന്റിന്റെ ഒരു അഡ്വൈസ് സ്വീകരിക്കേണ്ട ആളാണോ അദ്ദേഹം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. പക്ഷേ ഇതിനു മുൻപ് പല അവസരങ്ങളിലും അദ്ദേഹം ഇത്തരത്തിൽ അല്ല, ഇദ്ദേഹത്തെ കുറിച്ചൊരു പരാതി പോലും ഉണ്ടായിരുന്നത് ഇദ്ദേഹം കൂടുതൽ സമയത്തും ഇല്ലേ ഈ ഭരണപക്ഷത്തിന് കൂടുതൽ ആനുകൂല്യം നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുൻപ് ഇത്തരത്തിൽ ഉപരാഷ്ട്രപതിമാർ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻമാർ സമ്മതിക്കാത്ത രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഇടഞ്ഞുവെങ്കിൽ അത് BJP കേന്ദ്രങ്ങളുമായിട്ടുള്ള വ്യക്തമായ ഒരു തർക്കം അവിടെ ഉടലെടുത്തു എന്നത് തന്നെയാണ്. എക്സാക്ട്ലി, ഞാൻ അതിലേക്കാണ് വന്നത്. അതായത് ഈ അടുത്ത കാലം വരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പ്രിഡോമിനന്റ്ലി BJPക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുകയും അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ രീതിയിലത്തേക്ക് പിന്നെ ഒരു നല്ല ബന്ധത്തിൽ BJPയുമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹം BJPക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പെരുമാറി എന്ന് തോന്നിക്കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ഇൻഫോർമലായിട്ട് അദ്ദേഹത്തിന്റെ രാജിയെക്കുറിച്ച് അദ്ദേഹത്തിനോട് സംസാരിച്ചിരിക്കണം, അത് അസ്വാഭാവികമായിട്ട് അതിലൊന്നുമില്ല. രണ്ട്, അദ്ദേഹത്തെ ഒരുപക്ഷെ പുറത്താക്കുന്നതിന് വേണ്ടി BJP തന്നെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് അത്രത്തോളം വലിയ പൊളിറ്റിക്കലായിട്ടുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. എങ്കിൽ പോലും BJPയെ ഭീഷണിയുടെ സ്വരൂപമായേക്കാം. തൃണമൂൽ കോൺഗ്രസ് അങ്ങനെയാണ് പറയുന്നത്, ഇംപീച്ച്മെന്റ് കൊണ്ടുവരും, പുറത്താക്കും, അങ്ങനെ ഒരു ഭീഷണി എന്ന്. അല്ല, ഈ പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു നോ കോൺഫിഡൻസ് മോഷൻ, ഇതിപ്പോൾ പ്രതിപക്ഷത്തിന് നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാൻ പറ്റുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ വിശ്വാസമില്ല, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളിലും കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാനായിട്ട് BJP അല്ലെങ്കിൽ ഭരണകക്ഷി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവർക്കത് കൊണ്ടുവരാം. ഇന്ന പാർട്ടി മാത്രമേ കൊണ്ടുവരാവൂ, പ്രതിപക്ഷം മാത്രമേ കൊണ്ടുവരാവൂ എന്നില്ല. എന്ന് വെച്ചാൽ ഭരണഘടനാപരമായിട്ട് ഒരു വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന ഒരു മാർഗത്തിനെ BJP അവലംബിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ നടപടിയിൽ തെറ്റില്ല. കാരണം അദ്ദേഹം അവർക്ക് അനഭിമതനായിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെൽ വിത്തിൻ ദെയർ റൈറ്റ്സ് ടു ഗോ ഫോർ എ മോഷൻ. അപ്പോൾ അതവർക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത രണ്ട് പോസിബിലിറ്റിയാണ് ഒരുപക്ഷെ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം എന്തുകൊണ്ടാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ നടന്നിരിക്കുന്ന ചർച്ചയിൽ അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കൂടുതൽ സമയം അനുവദിച്ചു. അത് BJPക്ക് ഒരു ഡിസ്പ്ലഷർ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. പക്ഷെ അവിടെ അദ്ദേഹവും BJPയും തമ്മിലുള്ള എന്തെങ്കിലും ഒരു റിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? അതായത് അദ്ദേഹം പ്രസിഡന്റ് പദവി അടുത്തത് അദ്ദേഹത്തിന് കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം പറയുകയും ഫ്ലാറ്റായിട്ട് ഒരു നോ BJP പറഞ്ഞു എന്ന രീതിയിലത്തേക്കാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് BJP നിന്നാൽ ആ ഒരു ബന്ധം വഷളാകാനായിട്ട് പോയോ എന്നുള്ള ഒരു പോസിബിലിറ്റിയും, ഏറ്റവും അവസാനത്തെ പോസിബിലിറ്റി ബീഹാറിലെ വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബീഹാറിൽ നിന്നുള്ള അവരുടെ JDUവിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അവിടെ കൊണ്ടുവയ്ക്കുകയാണ് എങ്കിൽ BJPക്ക് JDUവിനോട് ബീഹാർ ജനതയോട് വലിയ താല്പര്യമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മെസ്സേജ് കൊണ്ടുവരികയും നിലവിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അവിടുത്തെ അസംബ്ലിയിലുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ ഞങ്ങൾ ഇത് തന്നില്ലേ, മുഖ്യമന്ത്രി പദം ഞങ്ങൾക്ക് വേണം എന്ന് വേണമെങ്കിൽ അവർക്ക് നിതീഷ് കുമാറിനോട് ആവശ്യപ്പെടുകയും ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാൻ കരുതുന്നത് ഇന്നലെ വരെ 3 പോസിബിലിറ്റി ആയിരുന്നു. ഇന്നാണ് BJP പറഞ്ഞിരിക്കുന്ന ഈ 4ാമത്തെ പോസിബിലിറ്റി വന്നിരിക്കുന്നത്. ഈ 4 പോസിബിലിറ്റികളുണ്ട്. ഈ 4 പോസിബിലിറ്റികളിലും രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. അതിൽ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടോ ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. ശരി, ശ്രീ വിനോദ് മാത്യു വിൽസൺ, താങ്കൾ അങ്ങനെയാണോ കരുതുന്നത്? ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞത് ഇതിലൊന്നും ഒരു അസ്വാഭാവികതയില്ല, തെറ്റില്ല, പക്ഷെ രാജ്യത്തിന് അറിയണം എന്ന കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പറയേണ്ടത് രാജിവെച്ച ഉപരാഷ്ട്രപതി തന്നെയാണ് എന്നാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? കോൺഗ്രസ് മിനിസ്ട്രിയുടെ സമയത്ത് ഉപരാഷ്ട്രപതിയാണ് രാജിവെക്കുന്നെങ്കിൽ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഇങ്ങനെ ആയിരിക്കുന്നുള്ളൂ. ഇതിനകത്ത് അസ്വാഭാവികതയുണ്ടെന്നും സ്വാഭാവികമല്ല എന്നും ഇത് കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫൈറ്റിന്റെ ഭാഗമാണെന്നുള്ള ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. പക്ഷെ അസ്വാഭാവികത എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? നമ്മളിപ്പോൾ ഒരു അസ്വാഭാവിക മരണം എങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കുക? സാഹചര്യങ്ങളാണല്ലോ. സാഹചര്യങ്ങളുടെ കുറെ തരത്തിലുള്ള പൊരുത്തക്കേടുകളും അതിനെയൊക്കെ നമ്മൾ എടുത്ത് വിശകലനം ചെയ്തിട്ടാണ് അത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ നമ്മൾ ഒരു ക്ലിയർ കൺക്ലൂഷനിലേക്ക് എത്തുക. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം എന്താണ്? എന്റെ ആരോഗ്യ പ്രശ്നമാണ് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ബീഹാറിൽ എവിടെ വെച്ചാണ് അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ആൻജിയോപ്ലാസ്റ്റി നടത്തുകയൊക്കെ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഈ പാർലമെന്റ് വർഷകാല മീറ്റിംഗ് നടക്കുന്ന ദിവസം 62 മിനിറ്റ് സഭ കൂടുകയും ആ സഭയിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും 5ഓളം എംപിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ഒപ്പം പഹൽഗാം ആക്രമണത്തെ പറ്റി സംസാരിക്കുകയും ഓപ്പറേഷൻ സിന്ധൂരിനെ പറ്റി, രാജ്യത്തിന് അഭിമാനമായ ഓപ്പറേഷൻ സിന്ധൂരിനെ പറ്റി സംസാരിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ പണിക്കർ തന്നെ പറഞ്ഞു, അദ്ദേഹം തന്നെ പറഞ്ഞു,
പഹൽഗാം ആക്രമണത്തിൽ മല്ലികാർജുന ഖാർഗെ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അവിടെ സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചത് ഇത്രയും ദിവസം ആക്രമണം കഴിഞ്ഞതിന് ശേഷം ആരാണ് തീവ്രവാദികൾ, അവരെ പിടിച്ചോ, ഇത്തരം ഉത്തരങ്ങൾ രാജ്യത്തിന് കിട്ടിയില്ല. ഇപ്പോഴത്തെ നമ്മുടെ റിപ്പബ്ലിക് ടിവിയിലൊക്കെ പറയുന്ന പോലെ നേഷൻ വാണ്ട്സ് നോ എന്നൊക്കെ പറയുന്ന പോലെ രാജ്യത്തിന് അറിയണമെന്ന് ശക്തമായ മെസ്സേജ് രാജ്യസഭയിൽ അവിടുത്തെ കോൺഗ്രസ് ലീഡറായിട്ടുള്ള മല്ലികാർജുന ഖാർഗെ പറയുകയും ഈ ഖാർഗെ പറഞ്ഞ കാര്യം ഈ സഭാരേഖകൾ ഉണ്ടാകില്ല എന്ന് JP നദ്ദ പറയുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ട്. ഈ സഭാരേഖകളിൽ ഇതില്ല അല്ലെങ്കിൽ ഇത് ഉണ്ടാവാൻ പാടില്ലെന്നൊക്കെ പറയേണ്ട ചുമതല JP നദ്ദയ്ക്കല്ലല്ലോ. അപ്പൊ അത്തരം അസ്വാഭാവികമായ സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ പത്രങ്ങളിലൂടെയും അല്ലെങ്കിൽ പാർലമെന്റ് നടപടികൾ വീക്ഷിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ അസ്വാഭാവികത. രണ്ടെന്ന് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് ഈ ഇംപീച്ച്മെന്റിന്റെ സാഹചര്യത്തിലേക്ക് വന്നത്. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെടുക്കുകയും പിന്നീട് കത്തിക്കരിഞ്ഞു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ലോക്സഭയിൽ ഭരണപക്ഷം ആ പ്രമേയം കൊണ്ടുവരുന്നു, രാജ്യസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് ആദ്യകാലങ്ങളിൽ യാതൊരു അവസരവും കൊടുക്കാതിരുന്ന ഈ അധ്യക്ഷൻ പിന്നീട് പ്രതിപക്ഷവുമായി ചേരുന്ന സാഹചര്യം എത്രയോ സാഹചര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, കർഷകരുമായുള്ള പ്രശ്നത്തിൽ നമുക്കറിയാം കേന്ദ്ര കർഷക മന്ത്രിയോട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. എന്താണ് ചോദിച്ചത്? അവർക്ക് നേരിട്ട് വളത്തിന്റെ വില നേരിട്ട് താങ്ങുവില വള സബ്സിഡി കൊടുക്കാൻ സാധിക്കത്തില്ല. അതുപോലെ പാർലമെന്റ് MP മാർക്ക് കൊണ്ടുവന്ന അതേ സൗകര്യങ്ങളും സാഹചര്യങ്ങളും കർഷകർ ഒരുക്കേണ്ടതല്ലേ ചോദിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം ജുഡീഷ്യറിയോട് നമ്മുടെ ഈ വിഷയം ബന്ധപ്പെട്ട് പറഞ്ഞ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഈ പറയുന്ന ജഡ്ജിക്കെതിരെ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളുണ്ടായി. മാത്രമല്ല അദ്ദേഹം ഷേക്സ്പിയറിന്റെ പ്രശസ്തമായ ഒരു കോട്ടിങ്സ് കൂടെ പറഞ്ഞു. ഐഡിയൽസ് ഓഫ് മാർച്ചിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ, അതിനകത്ത് അപശകുനങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്, അതിനെ ശ്രദ്ധിക്കണമെന്ന് ജുഡീഷ്യറിയോട് പറയുകയും ചെയ്ത സാഹചര്യം. ഇനി പോട്ടെ, ഈ പറയുന്ന ജഡ്ജി ആരായിരുന്നു? ജഡ്ജി എന്ന് ഒരു സമയത്ത് ശ്രീ അരവിന്ദ് കെജ്രിവാളും ഒക്കെ ആ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ജഡ്ജി ആയിരുന്ന മനുഷ്യന്റെ വീട്ടിലാണ് നോട്ടുകെട്ടുകൾ കണ്ടെടുക്കുന്നു. ആ നോട്ടുകെട്ടുകൾ സുപ്രഭാതത്തിൽ കത്തിക്കരിയുന്നു. യാതൊരു അന്വേഷണവും, നമുക്കറിയാം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഒരു ജഡ്ജിയുടെ വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെടുക്കുകയും ആ നോട്ടുകെട്ടുകളെ പറ്റി യാതൊരു അന്വേഷണവും നടത്താൻ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് സ്വാഭാവികത ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. നമുക്ക് ഒരു കാര്യം ഞാൻ വിനോദ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അല്ല, ഭരണപക്ഷത്തിന്റെ അപ്രീതിക്കിടയായാൽ ഇരിക്കാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞ ഭരണപക്ഷത്തിന്റെ അപ്രീതി കാരണം. മാത്രമല്ല ഇന്നലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ട്വീറ്റ് എന്താണ്? അദ്ദേഹം നമുക്കറിയാം രാജ്യസഭാ ഉപാധ്യക്ഷനായിട്ട് വെങ്കയ്യ നായിഡു റിട്ടയർമെന്റ് ചെയ്ത സമയത്ത് 3 പേജ് കത്ത് എഴുതിയ ആളാണ് നരേന്ദ്രമോദി. 3 പേജ് കത്ത് അദ്ദേഹത്തിന്റെ. ഇന്നലെ അദ്ദേഹത്തിന്റെ ട്വീറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നിങ്ങൾ കിട്ടാനുള്ളത് കിട്ടി വിട്ടോളാൻ. അതല്ലേ എന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞു. അതായത് ഈ കുറെ സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾ ഇരുന്നു, അത് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു, അതുകൊണ്ട് വിട്ടോളൂ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയല്ലേ നമ്മൾ കണ്ടത്. അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായ യാതൊരു സാഹചര്യവുമില്ല. ഇനി ഒരു ഫെയർവെല് പോലും കൊടുത്തില്ല, ഒരു യാത്രയയപ്പ് പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീജിത്ത്. ആ യാത്രയപ്പ് പോലും കൊടുക്കുക, അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഒറ്റ കാര്യോടെ പറഞ്ഞോട്ടെ ശ്രീ മഞ്ജുഷ്, ഇത് എപ്പോഴാണ് സത്യം പുറത്തു വരിക? നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ നമുക്കറിയാം ജമ്മു കാശ്മീർ ഗവർണറായിട്ടുള്ള സത്യപാൽ മാലിക് എന്ന് പറയുന്ന ഇവരുടെ BJP-യുടെ പിന്നെ പ്രിയപ്പെട്ടവനായിരുന്നു സത്യപാൽ മാലിക് ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇവിടെ ഉണ്ടായ ഇവിടെ ഭീകരാക്രമണത്തിൽ, അതായത് സൈനികർ കൊല്ലപ്പെട്ട സാഹചര്യത്തെ പറ്റി പിന്നീട് എന്താ പറഞ്ഞു? ആ സമയത്ത് ഞാൻ അമിത്ഷായോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കൂ എന്ന് അമിത്ഷാ പറഞ്ഞതിനെ പറ്റി പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സത്യപാൽ മാലിക് പറഞ്ഞു. സത്യപാൽ മാലിക്കിന്റെ ട്വീറ്റ് ഒക്കെ ഈയിടയ്ക്ക് നമ്മൾ കണ്ടതല്ലേ, എന്നെ എല്ലാ വിധത്തിലും ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോ അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയമായിരിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ മുമ്പോട്ട് കാലങ്ങൾ പോകുമ്പോൾ ഇന്നലെ സംഭവിച്ച അല്ലെങ്കിൽ ഒറ്റ ദിവസം 63 മിനിറ്റ് സഭ കൂടുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്ത ഒരു നാഥൻ രാത്രി 9:25 മണിക്ക് അല്ലെങ്കിൽ ആ നടപടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലെങ്കിൽ ഈ തന്റെ സേവനം മതി എന്ന് തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ച കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കാര്യം കൂടിയുണ്ട്. യാത്രയപ്പ് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല മറ്റൊന്നു കൂടിയുണ്ട്. അദ്ദേഹം ഈ രാജിവെക്കാൻ തീരുമാനിച്ച സമയം രാഷ്ട്രപതി ഭവനിൽ പോയത്, രാഷ്ട്രപതിയുടെ മുൻകൂട്ടി അനുവാദം ചോദിക്കാതെ അവിടെ പോയി കാത്തിരുന്നത്, ഇതൊക്കെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, രാജ്യത്തിന് ഇത് അറിയുവാനുള്ള അർഹതയുണ്ടല്ലോ എന്ന്. അത് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ജഗ്ദീപ് ധൻഖറിൽ നിന്നല്ല, കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇത് കേൾക്കേണ്ടതല്ലേ ശ്രീജിത്ത്? കാരണം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച സംഭവിച്ചത്. അല്ല, ഇവിടെ ഈ 2 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ജഗ്ദീപ് ധൻഖറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാജിക്ക് ഒരു കാരണം പറയുന്നുണ്ട്. അപ്പോൾ ആ കാരണത്തിന് മുകളിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം പറഞ്ഞെങ്കിൽ മാത്രമേ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണം നൽകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ഹെൽത്ത് റീസൺസ് ആണ് എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെയല്ല, മറ്റു വേറെ കാര്യങ്ങളുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് വിശദീകരിക്കേണ്ടുന്ന കാര്യങ്ങളില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ പാർട്ടിയുടെ പല നേതാക്കന്മാരും ജഗ്ദീപ് ധൻഖറിനെ കാണണം എന്ന് അദ്ദേഹത്തിനോട് ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത് അദ്ദേഹം അനുമതി കൊടുത്തില്ല. ഒരാളും തന്നെ കാണേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നിലവിൽ ഇങ്ങനെ എന്തെങ്കിലും പറയാനായിട്ടുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്.
അപ്പോൾ അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുകയാണ് തനിക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ചർച്ചകളെല്ലാം തന്നെ ജസ്റ്റിഫൈഡ് ആണ്. ഇതിൽ അസ്വാഭാവികത ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ശ്രീ വിനോദ് ഇവിടെ പറഞ്ഞിരുന്നപ്പോൾ ഇത് അസ്വാഭാവികതയുണ്ട്, എങ്ങനെയാണ് ഈ അസ്വാഭാവികത എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു. നോക്കൂ, ഒരു അസ്വാഭാവിക മരണം പോലെയുള്ള ഒരു കാര്യമല്ല ഇവിടെ. അസ്വാഭാവിക മരണം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതൊരു കൊലപാതകമായതുകൊണ്ടോ അതല്ല എങ്കിൽ അത് നടക്കാൻ പാടില്ലാത്തത് കൊണ്ടോ ആണ്. ഒരിക്കലും ആ ഡെഡ് ബോഡി എണീറ്റ് വന്നിട്ട് നമ്മളോട് പറയില്ലല്ലോ ഞാൻ സ്വാഭാവികമായി മരിച്ചതാണെന്ന്. ഇവിടെ രാജിവെച്ച വ്യക്തി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ ഹെൽത്ത് റീസൺസ് കൊണ്ടാണ് രാജിവെക്കുന്നതെന്ന്. അപ്പോൾ അതൊരു മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഉദാഹരണമാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇപ്പം UPA ഭരിക്കുന്ന സമയത്താണ് ആരെങ്കിലും ഉപരാഷ്ട്രപതി രാജിവെക്കുന്നത് എങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്ന്. ഇല്ല, UPA ഭരിക്കുന്ന സമയത്ത് ഭൈരോൺ സിംഗ് ഷെഖാവത്ത് രാജിവെച്ചിട്ടുണ്ട്. ആ രാജിവെച്ചിരിക്കുന്നതിന്റെ കാരണവും എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയതാണ്. അതിന് പുറത്തൊന്നും നമ്മൾ അതല്ല മറ്റെന്തോ കാര്യമാണ് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നൊന്നും പറയേണ്ടതില്ല. അദ്ദേഹം പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നു, ഇലക്ഷൻ തോക്കുന്നു. ഇലക്ഷൻ തോറ്റതിന് ശേഷവും അദ്ദേഹത്തിന് ആ കസേരയിൽ വീണ്ടും തുടരുന്നത് ശരിയല്ല എന്ന് തോന്നുന്ന സമയത്ത് അദ്ദേഹം രാജിവെക്കുകയാണ്. അപ്പോൾ ആ സമയത്തും നമ്മൾ ഇതേപോലെ പറയുന്നത് പോലെയുള്ള ഒരു പ്രോപ്പർ സെൻഡ് ഓഫ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകേണ്ടി വരും. സെൻഡ് ഓഫ് കൊടുക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും. സാധാരണഗതിയിൽ അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് എങ്കിൽ ഞാൻ കരുതുന്നത് വ്യക്തിപരമായി അദ്ദേഹം ചെയ്യേണ്ടത് സഭയുടെ ഒരു പുതിയ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ആ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. സഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഒരു അധ്യക്ഷൻ ഇല്ലാതിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഈ ഹെൽത്ത് റീസൺസ് എന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്കായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും. അതിൽ അസ്വാഭാവികത ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട കാരണം ആ കാര്യം എന്താണെന്നുള്ളതാണ്. ആ കാര്യം ഇപ്പോൾ ഈ പറയുന്നത് പോലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ ഞാൻ ചോദിക്കുന്നത് ആ കാര്യത്തിൽ BJP പറയുന്ന തീരുമാനത്തിനൊപ്പമല്ല ഉപരാഷ്ട്രപതി നിൽക്കുന്നത്, സഭാധ്യക്ഷൻ നിൽക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിനെതിരെ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാനാണെങ്കിൽ പോലും ആ തീരുമാനത്തിനെ നമ്മൾ എന്തിന്റെ പേരിലാണ് വിമർശിക്കുക എന്നുള്ളതാണ് ചോദ്യം. പ്രതിപക്ഷത്തിന് മാത്രമേ ഒരാളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, അപ്രീതിയുണ്ട് എന്നതിന്റെ പേരിൽ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നുണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് പൊസിഷൻസും ന്യൂട്രലാണ്. പക്ഷേ ഈ രണ്ടും കൺവെൻഷനലായിട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ തന്നെ ഇങ്ങോട്ട് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നും ആരുമായിട്ടാണ് അത് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നും നമുക്കറിയാം. അതിന്റെ പേരിൽ പ്രതിപക്ഷം തന്നെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പക്ഷേ വേണമെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന് മറ്റു പല പ്രമേയങ്ങളിലും അദ്ദേഹം ചെയ്തിരിക്കുന്നത് പോലെ മറ്റു പല മോഷനുകളിലും അദ്ദേഹം ചെയ്തിരിക്കുന്നത് പോലെ വേണമെങ്കിൽ അദ്ദേഹത്തിന് BJPക്ക് മതിയായിട്ടുള്ള സമയം കൊടുക്കാം. ശരി, നിങ്ങൾ ഈ കോൺഗ്രസ് ഇത് ആവശ്യപ്പെടുന്നു, ഞാനതിൽ തീരുമാനമെടുക്കാം, ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനമെടുക്കാം എന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ അവർ ലോക്സഭയിൽ അത് കൊടുക്കും. അപ്പോൾ ഇതിന്റെ ടെക്നിക്കാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഏത് സഭയിലാണോ ഇത് സ്വീകരിച്ചിരിക്കുന്നത് ആ സഭയിലാണ് ഇത് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് നഷ്ടപ്പെട്ടു. കോൺഗ്രസ് അവിടെ സ്കോർ ചെയ്തു. കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് BJPയെ പ്രിയംപ്റ്റ് ചെയ്തുകൊണ്ട് രാജ്യസഭയിൽ ഇത് കൊണ്ടുപോയി അവതരിപ്പിച്ചു. കാരണം കോൺഗ്രസിന് അറിയാം ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുന്നത് സംയുക്തമായിട്ടാണ് എന്നും BJPക്ക് തന്നെ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നും അറിയാം. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് തന്നെ പറയാം. BJP ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത് കൊണ്ടുപോയി അവതരിപ്പിച്ചു. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താ, എത്ര ന്യൂട്രാലിറ്റി പറഞ്ഞു കഴിഞ്ഞാലും അവർ ചെയ്യുന്നത് ശരി അതിനെ ഹോൾഡ് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത ദിവസം തീരുമാനമെടുക്കാമെന്ന് പറയുന്ന സമയത്തേക്ക് ഭരണകക്ഷിക്ക് മറ്റേ സ്ഥലത്ത് ഇത് കൊണ്ടു കൊടുക്കാനുള്ള ഒരു സമയം കൊടുക്കും. അത് അദ്ദേഹം ഇവിടെ ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഇല്ല. BJPയുമായിട്ട് അദ്ദേഹത്തിന് എന്തോ കാര്യത്തിൽ എന്തോ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഇക്വേഷൻസ് ശരിയല്ല എന്നുള്ളതുണ്ട്. ആ ശരിയല്ല എങ്കിൽ അതിന്റെ കാരണം ഒരുപക്ഷെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന നിരവധി ആൾക്കാർ, ഇപ്പം ഞാൻ പറഞ്ഞിരുന്ന ഭൈരോൺ സിംഗ് ഷെഖാവത്ത് ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർക്ക് അടുത്ത പ്രസിഡന്റ് ആകണമെന്ന് താല്പര്യമുള്ളവരായിരുന്നു. അങ്ങനെ ഒരുപക്ഷെ ഒരു താല്പര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് സ്വീകാര്യമല്ല എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു റിഫ്റ്റിലേക്ക് പോകാം. അതല്ല മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ട് എങ്കിൽ അദ്ദേഹം ഒരു റിഫ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ അദ്ദേഹത്തിൽ ഒരു തൃപ്തി ഇല്ല, അദ്ദേഹത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് BJPക്ക് തോന്നിയാൽ അദ്ദേഹത്തെ ഒരുപക്ഷെ പുറത്താക്കണമെന്ന് അവർക്ക് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും രീതിയിൽ നിയമപരമായിട്ടാണെങ്കിലും പൊളിറ്റിക്കലായിട്ടാണെങ്കിലും ഭരണഘടനാപരമായിട്ടും എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള അതിനകത്ത് ഒരു തരത്തിലുള്ള അപാകതയും ഒറ്റ മറുപടി അധ്യക്ഷത്തിലൊന്ന് പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അതിനകത്ത് ശ്രീ പണിക്കർ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് എനിക്കുള്ള വിയോജിപ്പ്, അദ്ദേഹം പറഞ്ഞു ഈ മരണം പോലെ അല്ല ഈ ഞാൻ പറഞ്ഞ ഉദാഹരണം. പിന്നെ രണ്ടാം അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് അസ്വാഭാവികത ഇല്ല എന്ന് പറയുന്നതിനെ സ്ഥാപിക്കാൻ കൂടെ ശ്രമിച്ചു. പക്ഷെ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് അസ്വാഭാവികത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ കേട്ടില്ലേ? ഓക്കെ, അസ്വാഭാവികത ഉണ്ട്. അസ്വാഭാവികതയുണ്ട്, ഉണ്ടാവാം. അങ്ങനെ ഒരു കാരണമുണ്ടെങ്കിൽ
ആ കാരണത്തിൽ BJP ജസ്റ്റിഫൈഡ് ആണ്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നം കാണിക്കാമെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അദ്ദേഹം ഒരു സെക്കൻഡ് എന്റെ സമയത്തിലൊന്നും കൈകടത്തില്ല. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ അദ്ദേഹം ക്ലിയർ കട്ട് ആയിട്ട് ആരോഗ്യ പ്രശ്നത്തെ പറ്റി പറഞ്ഞു. പിന്നീട് അതിനെപ്പറ്റി മറ്റൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യം ഗവൺമെന്റ് ഇല്ല എന്നും പണിക്കർ സൂചിപ്പിച്ചു. ഞാനതിൽ പറയാൻ ഒരു കാര്യം, ഇന്നിപ്പോ BJPയുടെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് വന്നിരിക്കുന്ന ചില നരേറ്റീവ് ഉണ്ട്. ഇപ്പൊ BJP ഡയറക്ടർ നരേന്ദ്രമോദി പറയത്തില്ലല്ലോ, അല്ലെ ഗവൺമെന്റ് വിളിച്ച് കാര്യം പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും ഇദ്ദേഹത്തെ ചെറുതാക്കാനും കഴിയുന്ന തരത്തിലുള്ള കഥകൾ, ഉപകഥകൾ അല്ലെങ്കിൽ വ്യാജ കഥകൾ ഒരു സൈഡിൽ കൂടെ BJP നരേറ്റ് ചെയ്യുന്നുണ്ട് ശ്രീ പണിക്കർ. പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട, ഞാനും ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട 4 നരേറ്റീവ് എന്ന് പറയുന്ന ഒന്ന്, അമേരിക്കയുടെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അതേ ഇതുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിന്റെ അതേ പദവി വഹിക്കുന്ന JD വാണ്ടർ വന്ന സമയം അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹം സമയം ചോദിച്ചു, കൊടുത്തില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നീരസം ഉണ്ടായെന്ന് പറയുന്ന കഥ ഇറങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയൊക്കെ ഫോട്ടോയ്ക്കൊപ്പം തന്റെ ചിത്രവും കൂടി പാർലമെന്റിന്റെ സൈഡിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെക്കണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് BJP പടച്ചുവിടുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരോട് മോശമായി പെരുമാറുന്ന ഉപരാഷ്ട്രപതിയാണ് ഇദ്ദേഹം എന്ന് പറയുന്ന ഒരു നരേറ്റീവ് BJP കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു സൈഡിലൂടെ ഇദ്ദേഹത്തിന് ആശംസ അറിയിക്കുകയും ഒരു സൈഡിലൂടെ ഇദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമാണെന്ന് സ്ഥാപിക്കുകയും അദ്ദേഹം സ്വമേധയാ രാജിവെച്ചതാണെന്ന് പറയുകയും ചെയ്യുന്ന BJP ഒരു സൈഡിലൂടെ ഇന്ത്യയിൽ അദ്ദേഹം അവരുടെ സൈബർ ടീമിനെ ഉപയോഗിച്ച് അദ്ദേഹത്തെ അവഹേളിക്കാനും അപകീർത്തിപ്പെടാനും ശ്രമിക്കുന്നത് നമ്മൾ കാണേണ്ട കാര്യമുണ്ട്. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയില്ല. അങ്ങേക്കും കഴിയില്ല, എനിക്കും കഴിയില്ല. പക്ഷെ അങ്ങേക്കോ എനിക്കോ പോലത്തെ ആൾക്കാരാണോ? അല്ലല്ല, ഞാൻ ആരുടെ പേരൊന്നും അല്ല. ഇപ്പൊ അങ്ങും ഒരു സൈബർ അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കുന്ന ഏതോ ഹാൻഡിലിൽ ഇത് പറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾക്ക് BJPയുടെ സൈബർ സ്പേസിലേക്ക് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അമിത് മാളവിയ അല്ലേ? ഞാൻ പറഞ്ഞത് അങ്ങും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ല വിനോദ്, ഒരു കാര്യമുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ താങ്കൾക്കോ എനിക്കോ ഈ ചർച്ചയിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. BJPയുടെ IT സെല്ലാണെങ്കിൽ അമിത് മാളവിയ പറയണം, അല്ലെ? BJPയുടെ IT സെല്ലാണെങ്കിൽ അത് അമിത് മാളവിയ പറയണം. അതല്ലാതെ ഒരു അഭിപ്രായമാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന അല്ലാത്തത് അഭിപ്രായം ഉണ്ടെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അത് കാര്യമില്ല. ഞാൻ അങ്ങേയുമായിട്ടുള്ള കൺഫ്രണ്ടേഷൻ വന്നല്ല. ഞാൻ പറഞ്ഞത് അങ്ങ് ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന വ്യക്തിയാണ്. അങ്ങ് ഒരു BJP പ്രവർത്തകനാണ്, BJPയുടെ IT സെൽ മേധാവിയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഞാൻ നിരീക്ഷിച്ച. പക്ഷെ അങ്ങ് ഒരു നിഷ്പക്ഷമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പല പ്ലാറ്റ്ഫോം അങ്ങ് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങും ഇതുപോലെ തന്നെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന, രാഷ്ട്രീയത്തെ പറ്റി പക്ഷം എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഇതേപോലെ BJPയുടെ അനുഭാവികൾ എഴുതുന്നതിന് BJPക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്തരം ഒരു താല്പര്യം BJPക്കാരുടെ സൈഡിലൂടെ പടച്ചു വിടുന്നത് ശ്രദ്ധിക്കണം. ഏത് ഹാൻഡിൽ നമ്മളൊരു ചർച്ചയിലാണ് സംസാരിക്കുന്നത്. നമ്മളൊരു ചർച്ചയിൽ സംസാരിക്കുമ്പോൾ BJP സൈബർ ട്രോൾസിൽ എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തു എന്നുള്ളതല്ല. BJPക്കാർ ഇങ്ങനെ ഒരു നറേറ്റീവ് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് സൈബറിടത്തിൽ ആരുമാണോ? സൈബറിടത്തിലെ ആൾക്കാർക്ക് മുഴുവൻ ഓതറൈസേഷൻ കൊടുത്താണോ BJP ചെയ്യുന്നത്? എനിക്കറിയാൻ അങ്ങനെ ചോദിച്ചാൽ അതിന്റെ മറുപടി ഉണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ ഔദ്യോഗികമായിരിക്കില്ല. അതുപോലെ തന്നെ BJPയുടെയും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോ ശശി തരൂരിനെതിരെ ആൾക്കാർ പറയുന്നതെല്ലാം കോൺഗ്രസിന്റെ ഔദ്യോഗികം മാത്രമാണോ? രാഹുൽ ഗാന്ധിക്കെതിരെ അരവിന്ദ് കെജ്രിവാളിനെതിരെയും പറയുന്ന കോൺഗ്രസിന്റേതും AAPയുടേതും എന്ന് തോന്നിക്കുന്ന ഹാൻഡിലുകളെല്ലാം ഒഫീഷ്യലായിട്ട് കോൺഗ്രസ് ചെയ്യിപ്പിക്കുന്നതാണെന്നും AAP ചെയ്യിപ്പിക്കുന്നതാണെന്നും നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ പറഞ്ഞ ഒരു നേതാവ് പറയുന്നുണ്ടെങ്കിൽ, അവരുടെ IT സെല്ല് കൈകാര്യം ചെയ്യുന്ന ഒരാൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. അതല്ലെങ്കിൽ ട്രോൾസ് ആണ്, ആരും എന്തും പറയും. ഇതിപ്പോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ടാവും. ഞാനിപ്പോ അത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ്. ജഗ്ദീപ് ധൻഖറിനെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല എന്നാണ് ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് ജഗ്ദീപ് ധൻഖറിനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുവാനുള്ള ശ്രമം നടക്കുകയാണല്ലോ. പക്ഷെ അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ആരോഗ്യ കാരണം എന്നുള്ളതിന് BJP കേന്ദ്രങ്ങൾ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആരോഗ്യ കാരണങ്ങളാൽ കൊണ്ട് അദ്ദേഹം രാജിവെച്ചു. നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നു. ശ്രീ റോണിക്ക് ബേബി, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ മഞ്ജുഷ്. രാജ്യത്തെ രണ്ടാമത്തെ ഭരണഘടനാ സ്ഥാപനമായ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭരണഘടനാ സ്ഥാപനമായ ഉപരാഷ്ട്രപതിയുടെ ഈ രാജിയെ ഇത്ര നിഷ്കളങ്കമായി വെറും ആരോഗ്യ കാരണം കൊണ്ടാണ് എന്ന ഒരു ലാഘവത്തോടെ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. ഇതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്, അണിയറ കഥകളുണ്ട്, ഉപശാലകളിൽ ഒരുപാട് കഥകളുണ്ട്.
അതൊക്കെ ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പറയുന്നു ഉപരാഷ്ട്രപതി രാജിവെച്ചു ആരോഗ്യ കാരണത്താൽ. ബാക്കി കാരണങ്ങൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യണം. അദ്ദേഹമല്ല എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാർ രണ്ട് കാര്യങ്ങളിൽ ഇവിടെ മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ ഉപരാഷ്ട്രപതിയെ രാജിവെക്കുവാൻ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പൊളിറ്റിക്കൽ ഡോമിനുകൾ തന്നെയാണ്. അത് കോൺഗ്രസിന്റെ ആണെങ്കിലും BJP ആണെങ്കിലും അവരുടെ പ്രവർത്തകരും അവരുടെ നേതാക്കളും ഒക്കെയാണ് ഈ പദവിയിലേക്ക് വരുന്നത്. പക്ഷെ അവർ ആ പദവിയിൽ വന്നു കഴിഞ്ഞാൽ അവർ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കണം, ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം. ഇവിടെ അദ്ദേഹത്തെ മുറിവേൽപ്പിച്ച ഒന്നാമത്തെ കാര്യം കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ടത്. കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഓപ്പറേഷൻ ഈ പറയുന്ന സിന്ധൂരുമായി ബന്ധപ്പെട്ട് പഹൽഗാമുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പ്രത്യേക സമയം, അല്ലെങ്കിൽ ഈ വരുന്ന 28, 29 തീയതികളിൽ 16 മണിക്കൂർ വെച്ച് ലോക്സഭയിലും രാജ്യസഭയിലും അതിന് സമയം നൽകാമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് വിരുദ്ധമായി, കാരണം അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം ചെയ്തു. അവിടെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള അവസരം നൽകി. അപ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് JP നദ്ദ പറയുന്നു, സഭാരേഖകളിൽ എന്തു വരണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ എന്താ അവിടെ ഈ പറയുന്ന ഉപരാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതിക്ക് എന്ത് ചെയ്തു? അദ്ദേഹമാണ് ആ സഭാനാഥൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഏത് പ്രമേയത്തെ അംഗീകരിക്കണം, അല്ലെങ്കിൽ ആർക്ക് സംസാരിക്കാൻ അനുവാദം കൊടുക്കണം, ആരെന്ത് സംസാരിക്കണം, എവിടെ അതിനെ ലിമിറ്റ് ചെയ്യണം, ഏത് സഭാരേഖകൾ ഉൾപ്പെടുത്തണം, ഏത് ഒഴിവാക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഉപരാഷ്ട്രപതിയാണ്. പക്ഷെ ആ ഉപരാഷ്ട്രപതിയേക്കാൾ സൂപ്പർ വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് JP നദ്ദ അവിടെ പറഞ്ഞു ഞങ്ങൾ തീരുമാനിക്കും. അദ്ദേഹത്തിന് വല്ലാത്തൊരു ഇൻസൾട്ടിംഗ് ആയി. അതിനെക്കുറിച്ച് ഇവര് വിശദീകരിക്കട്ടെ, JP നദ്ദ വിശദീകരിക്കട്ടെ. അദ്ദേഹം എന്ത് അതോറിറ്റിയിലാണ്, ഇൻ വാട്ട് അതോറിറ്റി അദ്ദേഹം പാർലമെന്റിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? ഇനി രണ്ടാമത്തെ വിഷയം, 12:30 തിങ്കളാഴ്ച 12:30 രാജ്യസഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ് കൂടുന്നു. അതിൽ ഉത്തരവാദിത്തപ്പെട്ട 2 കേന്ദ്രമന്ത്രിമാർ JP നദ്ദ, ഒന്ന് കിരൺ റിജിജു അവർ പങ്കെടുക്കുന്നു. അതിനുശേഷം വീണ്ടും 4 മണിക്ക് ആ യോഗം മാറ്റിവെക്കുന്നു. 4 മണിക്ക് എന്ത് ചെയ്യുന്നു? ഈ 2 മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല. അവിടെ പങ്കെടുത്ത അല്ലെങ്കിൽ ആ ബിസിനസ് അഡ്വൈസറി മീറ്റിംഗിൽ പങ്കെടുത്ത ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കാത്തിരിക്കുന്നു ഈ കേന്ദ്രമന്ത്രിമാർക്ക് വേണ്ടിയിട്ട്. എന്തുകൊണ്ട് ഈ 2 കേന്ദ്രമന്ത്രിമാർ അവിടെ പങ്കെടുത്തില്ല? എന്തുകൊണ്ടാണ് അവർ പങ്കെടുക്കാതിരുന്നത്? അതിന് കാരണം എന്ത്? ഈ രാജ്യത്തോട് പറയുവാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. അല്ലാതെ വൈസ് പ്രസിഡന്റ് രാജിവെച്ചു, ആരോഗ്യ കാരണത്താൽ രാജിവെച്ചു, അതിന്റെ എക്സ്പ്ലനേഷൻ അദ്ദേഹം തന്നു. ഇനിയും അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറയുകയല്ല ചെയ്തത്. ഇവിടെ ഭരണഘടനാപരമായ പദവിയെ വളരെ കൃത്യമായി തന്നെ അപമാനിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്താ വിഷയം? ഈ നമ്മുടെ ഈ പറയുന്ന ജസ്റ്റിസ് വർമ്മയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റ്, അവിടുത്തെ എന്താ പ്രശ്നം എന്നറിയോ? അവിടെ കേന്ദ്ര സർക്കാരിന് ചില ഒളിച്ചുകളികളുണ്ട്, BJPക്ക് ചില ഒളിച്ചുകളികളുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇവർ ആഗ്രഹിച്ചത്? ലോക്സഭയിലോട്ട് മാത്രമേ ഈ പ്രമേയം പാസ്സായാൽ മതി, രാജ്യസഭയിലേക്ക് പോകരുത്. ഈ രാജ്യസഭയിലും കൂടി ഈ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ ലോക്സഭയുടെ സ്പീക്കർക്കും രാജ്യസഭയുടെ ചെയർമാനും കോ-ഈക്വൽ പവേഴ്സായി 2 കൂട്ടർക്കും ഒരുപോലെ ഈ ഇംപീച്ച്മെന്റിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ എൻക്വയറി കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം. BJP രാജ്യസഭയിൽ നിന്നും കോൺഗ്രസ് നൽകിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി BJP ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ പറയുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട് BJPക്ക് ഒന്നും മറച്ചു വെക്കുവാനില്ല എങ്കിൽ അവരെന്തിനാണ് ഇവിടെ നാടകം കളിക്കുന്നത്? അല്ലെങ്കിൽ BJPയുടെ താല്പര്യത്താൽ മാത്രം അവിടെ ഈ പറയുന്ന ജുഡീഷ്യൽ എൻക്വയറി കമ്മിറ്റി മതി BJP ശബ്ദം പിടിക്കുന്നെന്താ? ഇപ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുമായി അദ്ദേഹം സുപ്രീം കോടതി വീണ്ടും ആവർത്തിക്കുന്നു, ഇതെന്റെ പണമല്ല, എനിക്കിത് പങ്കില്ല, ഇതിന്റെ സോഴ്സ് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ചോദിക്കട്ടെ, ഇദ്ദേഹത്തിനെതിരെ ഒരു FIR എങ്കിലും ഈ കേന്ദ്ര സർക്കാരിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാക്കൾ അവരുടെ വീടുകളിലേക്ക് ED വിടുന്നു, CBI വിടുന്നു, എല്ലാ അന്വേഷണ ഏജൻസികളും വിടുന്നു. ഈ യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയത്തിൽ അത് സഹിതം തെളിവ് സഹിതം രാജ്യം മുഴുവൻ കണ്ടു. ചാക്കിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. 1,000 കോടി രൂപ, അത്രയും രൂപ തെളിവ് സഹിതം പിടിച്ചെടുത്തിട്ട് അയാളെ ഒന്ന് ചോദ്യം ചെയ്യാൻ, അയാൾക്കെതിരെ FIR എടുക്കുവാൻ, അയാളെ കേന്ദ്ര അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യിക്കുവാൻ ഇങ്ങോട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ BJP പറയും, ഒരുപക്ഷെ BJP പറയും ഞങ്ങളാണ് ലോക്സഭയിൽ ഇതിന് ഇനിഷ്യേറ്റീവ് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇതിന് മുൻകൈ എടുത്തത്. പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കത്തുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റിന് പ്രധാനമന്ത്രി കത്തെഴുതി ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം. ഒരു നിമിഷം പോലും ഇദ്ദേഹത്തെ ഈ ജഡ്ജിയുടെ പദവിയിലിരിക്കാൻ പാടില്ല. ഇത് എവിടെ നിന്നാണ് ആരംഭിച്ചത്? എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ചീഫ് കത്തിന്റെ BJPക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കാനില്ല. പക്ഷേ ഈ വിഷയത്തിൽ ആദ്യം തൊട്ട് തന്നെ വലിയ ദുരൂഹതയുണ്ട്.
കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു, BJP അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നത് ശരി ശരി ഞാൻ വരാം. ശരി സിബി സത്യന് ഇതിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് ഇതേ വാദത്തിനാണല്ലോ. ഇപ്പോൾ യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള പ്രമേയവുമായി ബന്ധപ്പെട്ട് ജഗ്ദീപ് ധൻഖർ രാജ്യസഭയിലെടുത്ത നിലപാട് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അതിൽ അടുത്ത നടപടിയിലേക്ക് കടന്നത്, അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ അതൃപ്തി, അവിടെ ഉപരാഷ്ട്രപതിയെ രാജ്യസഭാ ചെയർമാനെ മാറ്റുവാനുള്ള നടപടികളിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കും എന്നുള്ള ഭീഷണിയുടെ സ്വരം അവിടെ വരുന്നു. അങ്ങനെ അദ്ദേഹം രാജി നൽകുന്നു. ഇതിനാണല്ലോ ഇപ്പോൾ കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നത് പല അഭ്യൂഹങ്ങൾക്കിടയിൽ. മഞ്ജുഷ, ഇതിനെ മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കമന്റ് കൂടെ പറഞ്ഞോട്ടെ. അതായത് എനിക്കിന്ന് ശ്രീജിത്തിന്റെ വാദങ്ങൾ കേൾക്കുമ്പോൾ ശ്രീജിത്ത് ഇന്നത്തെ ദിവസം വളരെ നിഷ്കളങ്കമായിട്ടാണ് കാര്യങ്ങളെ നോക്കി കാണുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് ഒരു പത്രക്കുറിപ്പ് പുള്ളി ഇറക്കിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ആലോചിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ്. ഇനി രണ്ടാമത്തെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ ഒരു ഉപരാഷ്ട്രപതിക്കെതിരെ ഭരിക്കുന്ന ഭരണസഖ്യം തന്നെ, അവരുടെ തന്നെ ആളാണ് ഈ ഉപരാഷ്ട്രപതി, അതിനെതിരെ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുന്നതിനകത്ത്, അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഇംപീച്ച്മെന്റ് കൊണ്ടുവരുന്നതിനകത്ത് യാതൊരു അസ്വാഭാവികതയും ഇല്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് BJPയുടെ യഥാർത്ഥ ഹാൻഡിൽ നിന്ന് വന്ന ഒരു സ്റ്റോറി മാത്രമേ വിശ്വസിക്കാവൂ, ബാക്കിയൊന്നും വിശ്വസിക്കാൻ പാടില്ല, ബാക്കിയുള്ള നെറേറ്റീവുകൾക്ക് അർത്ഥമില്ല. കാരണം ഏറ്റവും വലിയ സൈബർ വാർഫെയർ നടത്തുന്ന, എല്ലാ ഒളിവെട്ടും ചതിവെട്ടും നടത്തുന്ന ഒരു വലിയ സൈബർ പ്രസ്ഥാനമാണ് BJP എന്നറിയാത്ത വളരെ നിഷ്കളങ്കമായ ചില പരാമർശങ്ങൾ അദ്ദേഹം ഇവിടെ നടത്തുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്കത് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു പോയിന്റ്, ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയത്തിന്റെ പേരിൽ ഒരു ഉപരാഷ്ട്രപതിക്ക് രാജിവെക്കേണ്ടി വരിക, കൈക്കൂലി കേസിൽ അറസ്റ്റിലായിട്ടില്ല, കൈക്കൂലി പിടിച്ച വൻതോതിൽ നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അക്സെപ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഒരു ഉപരാഷ്ട്രപതിക്ക് ഇന്ത്യയിൽ രാജിവെക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു കൊച്ചു സംഭവമല്ല, അതൊരു വലിയ സംഭവമാണ്. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ വിശാലമായ ഒരു ജനാധിപത്യ അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഒരു ഉപരാഷ്ട്രപതിയായിട്ട് ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാധാരണ ഇതിൽ പാർട്ടിക്ക് അതീതനാണ് അദ്ദേഹം. ഈ സ്പീക്കറാവുമ്പോഴും ഒരാൾ പാർട്ടിക്ക് അതീതനാണ്, ഉപരാഷ്ട്രപതിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതീതനാണ്, രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ നാച്ചുറലി അദ്ദേഹം അതിന്റെ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ എന്ന നിലയിൽ നിഷ്പക്ഷത പുലർത്തേണ്ട ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒന്നോ രണ്ടോ പ്രവൃത്തികളിൽ അസംതൃപ്തി പൂണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിഷ്പക്ഷത എന്ന് പറയുന്ന സാധനം എത്രമാത്രം അപകടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ അപ്രീതിക്ക് പാത്രമായാൽ നിങ്ങൾക്ക് 2 മാസം പോലും നിങ്ങളുടെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ പദവിയിൽ തുടരാൻ പറ്റില്ല. അതായത് ജനാധിപത്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും കഠിനമായ ഏകാധിപത്യ പ്രവണത കൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർ ആ സ്ഥാനത്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള അതിഭീകരമായ ഒരു ഏകാധിപത്യ പ്രവണത ഇതിനകത്ത് ഉണ്ടാവുന്നില്ലേ? അത് നമുക്ക് വളരെ നിസ്സാരവൽക്കരിച്ച് ശ്രീജിത്ത് പണിക്കർ ചെയ്യുന്ന പോലെ നിസ്സാരവൽക്കരിച്ച് കളയാവുന്ന ഒരു സാധനമാണോ? ഒരു ഉപരാഷ്ട്രപതി കൂടുതൽ സമയം കോൺഗ്രസ് നേതാവിന് കൊടുത്തു, അല്ലെങ്കിൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ സ്വീകരിച്ചു, ഈ തുടങ്ങിയ ഒന്നോ രണ്ടോ സംഭവങ്ങളിൽ ഒരു ഉപരാഷ്ട്രപതിയെ രാജിവെക്കാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അത്തരത്തിൽ സമ്മർദ്ദത്തിൽപ്പെടുത്തി രാജിവെപ്പിക്കുക, എന്നിട്ട് അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ടാണ് രാജിവെക്കുക എന്നൊക്കെ പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. എന്തായാലും നമ്മൾ ഇന്ത്യൻ ജനത കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കേണ്ടത് ഈ ഒരു ഏകാധിപത്യ പ്രവണതയെ കുറിച്ചിട്ടാണ്. അതായത് ഒന്നോ രണ്ടോ തീരുമാനം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ എടുത്ത ഒരാളിനെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ, അത് ഉപരാഷ്ട്രപതിയായാലും രാഷ്ട്രപതിയായാലും അവരെ സംഹരിക്കാൻ ശേഷിയുള്ള തരത്തിലേക്ക് BJPയുടെ ഭരണത്തിന്റെ ഏകാധിപത്യം വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ജനാധിപത്യത്തിനോട് ഒരു അപകടകരമായ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തേത്. രണ്ടാമത്തെ കേസ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഈ പലരും കൃത്യമായി പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകം ശ്രീജിത്ത് അത് ഖണ്ഡിക്കാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ജഡ്ജിക്കെതിരെ എന്തുകൊണ്ടൊരു FIR എടുത്തില്ല എന്നൊരു സംഭവത്തിന് ഒന്നൊരു ചോദ്യത്തിന് കൂടി ശ്രീജിത്ത് ഉത്തരം നൽകിയാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ പോലും എടുക്കാതെ താങ്കൾ മറ്റ് പോസിബിലിറ്റീസ് എല്ലാം തള്ളിക്കളയുകയാണല്ലേ? ഇതിലേക്കാണ് താങ്കൾ വിരൽ ചൂണ്ടുന്നത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രമേയത്തിൽ തന്നെ ആ ഒരു പോസിബിലിറ്റിയിൽ തന്നെ താങ്കൾ നിൽക്കുകയാണ്. അതാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാരണം മഞ്ജുഷ. ബാക്കിയുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഇതാണ്. പിന്നെ ഇതിന്റെ കൂടെ ഒരു സൈഡ് സ്റ്റോറി കേൾക്കുന്നുണ്ടത്, പക്ഷെ ജസ്റ്റ് ഒരു റൂമറാണ്. അതിനെ പറ്റിയിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ റൂമർ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, അതായത് 75 വയസ്സ് എന്ന് പറയുന്നത് BJPയിലെ ഒരു എന്താ പറയാ റിട്ടയർമെന്റ് ഏജ് ആയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിക്സ് ചെയ്ത ഒന്നാണ്. ഒരുപാട് BJP നേതാക്കൾക്ക് ആ പ്രായത്തിൽ പുറത്തു പോകേണ്ടി വന്നു. അപ്പം അത് ധൻഖറിന് അടുത്ത വർഷമാണ് പക്ഷെ 75 വയസ്സ് തികയുന്നത്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ധൻഖറിനെ
മാറ്റിയതാണെന്ന് ഒരു അഭ്യൂഹം അല്ല, പരക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? രണ്ടാമത്തെ മറ്റൊരു ആർ എസ് എസ് മേധാവിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരു മാസം മുമ്പ് ആർ എസ് എസ് അതെ മേധാവി അതെ, പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിനും അല്ല, 75 വയസ്സ് തികയുന്നു, നരേന്ദ്രമോദിക്കും 75 വയസ്സ് തികയുന്നുണ്ട് ഈ വർഷം. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഒരു വലിയ പൊളിറ്റിക്കൽ സ്പെക്കുലേഷന്റെ സ്കോപ്പ് ചില കാര്യങ്ങൾ റൂമർ മിൽസ് ആയിരിക്കാം. അല്ല, പക്ഷേ അപ്പോൾ അത്തരം അത് ഒരു സംഭവം ബി ജെ പി കേൾക്കുന്നുണ്ട്. ഇടപെട്ട് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഇപ്പോൾ ബി ജെ പിയുടെ ഇടപെടലോ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലോ ഉണ്ടാവുകയില്ലല്ലോ. അങ്ങനെ ഒരു സന്ദേശം അതെ, അതാണ് ഞാൻ വരികയാണെങ്കിൽ റൂമർ, അത് അതാണ് ഞാൻ നരേന്ദ്രമോദി റൂമർ, പ്രധാനമന്ത്രി അതാണ് ഞാൻ സ്ഥാനത്ത് നിന്ന് റൂമർ എന്ന് ഒഴിയണം എന്നുള്ള പറഞ്ഞത്. സന്ദേശമായിരിക്കില്ലേ? അതിന് നിന്നു അതെ, കൊടുക്കില്ലല്ലോ ബി ജെ അതാണ് പി. റൂമർ എന്ന് ഞാൻ പറഞ്ഞത്. അതിനകത്ത് യാതൊരു സാധുതയും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഒരു റൂമർ എന്ന നിലയ്ക്ക് കേട്ട, അതായത് പിന്നാമ്പറങ്ങളിൽ കേൾക്കുന്ന കഥകളാണ്. പിന്നെ മറ്റൊരു കഥ ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, BJP-യിൽ ചേരാതെ തന്നെ BJP-യുടെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അതിലേക്ക് കൊണ്ടുവരിക. കാരണം ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ വഷളായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ ഈ പറഞ്ഞ പോലെ മൈ ഫ്രണ്ടുമായിട്ട് പഴയതുപോലെ തരൂരിന്റെ എപ്പിസോഡ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ തരൂരിനേക്കാൾ അതുപോലെ സ്ഥാനത്ത് വന്ന ഇന്ത്യയുടെ വിദേശകാര്യ സംഭവങ്ങളൊക്കെ തരൂരിനേക്കാൾ ഇപ്പോൾ മറ്റുള്ളവരുടെ പേരുകളാണ് സജീവമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ബി ജെ പിയുടെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ല. അവസാന അതെ, നിമിഷം നിതീഷ് വരെ കുമാറിന്റെ പേര് സസ്പെൻസ് പറഞ്ഞിരുന്നുണ്ട്. സൂക്ഷിക്കാൻ പറ്റും. രാംനാഥ് താക്കൂറിനെ പോലെയുള്ള ആളുകളുടെ പേരുകൾക്കാണ് നിതീഷ് ഇപ്പോൾ കുമാറിന്റെ പ്രാമുഖ്യം അതെ കിട്ടുന്നത്, തരൂരിനല്ല. അതെ, ഒരുപാട് സസ്പെൻസുകൾ നിറഞ്ഞതാണ് എപ്പിസോഡ്. ശരി, ശ്രീത് അതെ പണിക്കർ മറുപടി. അതെ ശ്രീത് അതെ, അങ്ങനെ പണിക്കർ ഒരുപാട് മറുപടി. സസ്പെൻസുകൾ ഇതിനകത്തുണ്ട്. ശ്രീത് മറുപടി. യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രാമുഖ്യം നൽകുന്നത്. അതിന് താങ്കൾ പറഞ്ഞ വിവരണം അതത്രമാത്രം അത് ഒരു ലഘുവായി പോയി എന്നുള്ളതാണ്. അല്ല, ശ്രീ സിബി പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് ഞാൻ സാധാരണ ഇങ്ങനെ കണ്ടിട്ടില്ല, അത്രത്തോളം നിഷ്കളങ്കമായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണ ഞാൻ അറിയുന്ന സിബി ചർച്ചകളിൽ മറ്റുള്ള ആൾക്കാർ പറയുന്നത് നല്ലപോലെ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നതാണ്. ഇന്നെന്തോ അദ്ദേഹം അത് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഈ ചർച്ചയിൽ ജഗദീപ് ധൻഖറുടെ രാജിക്ക് കാരണമായിട്ടുള്ള എല്ലാ സാഹചര്യത്തെക്കുറിച്ചും, അതായത് ഹെൽത്ത് റീസൺസ് അല്ല എങ്കിൽ മറ്റെന്താവാം, അതിലെന്തായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്, ഇനി ബീഹാർ തെരഞ്ഞെടുപ്പാണെങ്കിൽ എങ്ങനെയാണ്, ഈ കാര്യത്തിനെക്കുറിച്ച് എല്ലാം തന്നെ ചർച്ച ചെയ്തിരിക്കുന്ന, സംസാരിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ഞാനാണ്. എന്തോ ചില കാരണങ്ങളാൽ ഇന്ന് ശ്രീ സിബിയുടെ ചെവി ഈ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ പിടിച്ചുള്ളൂ. ബാക്കി കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതോ അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങളോ അതിൻ്റെ റൂമർ മിൽസിലുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഞാൻ പറഞ്ഞിരിക്കുന്നതോ ഒന്നും ഇന്ന് എന്തുകൊണ്ടോ സിബിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ചെവി പിടിച്ചില്ല എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇനി മറ്റൊരു സമയത്ത് ചെവി പിടിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിൻ്റെ വീഡിയോ ഒന്ന് കാണും എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇത് ഒരു പക്ഷേ ഈ ചർച്ചയിൽ ഈ മറ്റു പാനലിസ്റ്റുകളായിട്ടുള്ള 3 ആൾക്കാരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ വരുമ്പോൾ നിങ്ങളൊരു മിനിമം ലെവൽ നിയമപരമായിട്ടുള്ള ഒരു നോളജ് കരസ്ഥമാക്കിയിട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതായത് എന്തുകൊണ്ടാണ് ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കാത്തത് എന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. നിയമവശം എന്താണ്? 1991 കെ വീരസ്വാമി കേസിനെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ട്, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതാണ്. 1991 കെ വീരസ്വാമി കേസിലെ റൂളിംഗ് ആണ് നമ്മുടെ നാട്ടിൽ സിറ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലെയോ ഒരു ജഡ്ജിനെതിരെയും ഒരു FIR എടുക്കാൻ പറ്റില്ല. അതിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രയർ സാങ്ഷൻ ഉണ്ടായിരിക്കണം എന്നാണ്. ഈ കേസിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഡൽഹി പോലീസിന് ഓടിപ്പോയി കേസെടുക്കാൻ പറ്റില്ല. കാരണം ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്തത്. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പെർമിഷന് പോയിരിക്കുന്നത് സുപ്രീം കോർട്ട് ഇപ്പോഴും അബേൻസിൽ വെച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. ആ കാര്യത്തിനെ പറ്റി അറിയാതെ സിബി ആണെങ്കിലും റോണി ആണെങ്കിലും വിനോദ് ആണെങ്കിലും ഒരേ പല്ലവി പറയുകയാണ്. എന്ത് ധാരണയാണ് നമ്മൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? അതല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ കഴിഞ്ഞിട്ട്, ഇത്രയും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞതിന് ശേഷം ഒരു FIR എടുക്കേണ്ടതല്ലേ? പേരിനെങ്കിലും ഒരു FIR എടുക്കേണ്ടതല്ലേ? അത് എടുക്കാൻ പറ്റാതിരിക്കുന്ന നിയമപ്രശ്നമാണ്. നിയമപരമായിട്ടത് സാധിക്കില്ല. ആരോട് വേണേ ചോദിച്ചു നോക്കൂ. ഇനി അതിന് നിങ്ങൾ തർക്കിച്ചിട്ട് കാര്യമില്ല. അല്ല, ശ്രീത് ഒരു സെക്കൻഡ്. വിനോദ് എന്താണ്? വിനോദ് എന്താ പറഞ്ഞേ? വിനോദ് എന്റെ പേരത് കൂട്ടിക്കുഴക്കണ്ട. അല്ല, വിനോദം പറഞ്ഞില്ലേ? വിനോദം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് FIR എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചോ? വിനോദ് ചോദിച്ചോ? അല്ലല്ല, ഞാൻ FIR ഉണ്ടോ ഇല്ലയോ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഇംപീച്ചുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയ ക്രിമിനൽ ആക്ടിനെ പറ്റി ഞാൻ പറഞ്ഞു. അവിടെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നു, പണം കത്തുന്നു, അദ്ദേഹത്തെ അലഹബാദ് കോടതിയിലേക്ക് സ്ഥലം മാറ്റുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം അവിടെ ഡൽഹിയിൽ ആര് ഭരിച്ച അല്ലെങ്കിൽ ആര് ജയിലിൽ കിടന്നപ്പോഴാണ് ഡൽഹിയിൽ ആർക്ക് വേണ്ടിയാണ് ആ നിയോഗം അല്ലെങ്കിൽ അദ്ദേഹം കർത്തവ്യം ചെയ്തത്? ഈ വിഷയം രാഷ്ട്രീയമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളൂ. അദ്ദേഹം അത് അങ്ങ് കേൾക്കാനുവിന്റെ പ്രശ്നമാണ്. അല്ല, അതായിക്കോട്ടെ, അത് ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് FIR എടുത്തില്ല എന്നൊരു ചോദ്യത്തിന് നിങ്ങൾക്ക് നിയമപരിജ്ഞാനം ഇല്ല എന്ന് മാത്രമേ അങ്ങനെയുള്ള ഡയറക്റ്റ് മറുപടിയല്ല. അങ്ങനെയുള്ള മറുപടിയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ചർച്ചയിൽ വരുന്ന സമയത്ത് ചുരുങ്ങിയത് ആ ഒരു കാര്യം അറിയണം. കാരണം അത് മനസ്സിലാക്കാനുള്ള സമയം ഇത്രയും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു പോയി.
എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നത് ഒരു ബേസിക് നമ്മുടെ പ്രിപ്പറേഷന്റെ കുറവാണ്. സിബി പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഏകാധിപത്യ സ്വഭാവമാണ് ഇവിടെ പ്രതിഫലിച്ചത് എന്നുള്ളതാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അതൊക്കെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായം പറയുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്ന അഭിപ്രായത്തിനോട് ഞാനിവിടെ പ്രതികരിക്കുന്നു എന്ന് കരുതി ഇപ്പം സൈബർ ട്രോൾസ് എന്തെല്ലാം കാര്യങ്ങൾ പറയാം, അതിനെയൊക്കെ ചർച്ചയിൽ കൊണ്ടുവന്നതിന് ശേഷം BJPയുടെ ഇന്നയാൾ ആര് പറഞ്ഞു? നമ്മളൊരു കാര്യത്തിനെ പറ്റി ഒരു മറുപടി പറയണമെങ്കിൽ, അയാളെ കുറ്റപ്പെടുത്തിയിട്ടോ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടോ പറയണമെങ്കിൽ ആധികാരികമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി പറയണം. ഇപ്പോൾ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം എന്താ, എനിക്ക് തോന്നുന്നത് ശ്രീ റോണിയാണ് പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് JP നഡ്ഡ ഈ മീറ്റിംഗ് സ്കിപ്പ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ മിണ്ടിയിട്ടുണ്ടോ? ശ്രീ റോണി കാണാത്തത് ഇപ്പോൾ ആരുടെ കുഴപ്പമാണ്? നഡ്ഡയുടെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് മണി കൺട്രോളിൽ വന്നിട്ടുണ്ട്. മണി കൺട്രോൾ എന്തായാലും BJP കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് നിങ്ങൾ പറയില്ലല്ലോ. മണി കൺട്രോളിൽ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. സിബിക്ക് അറിയാമല്ലോ മണി കൺട്രോളിനെ കുറിച്ച്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ന്യൂസും കൊടുക്കുന്ന സ്ഥാപനമാണ്. അവിടെ അദ്ദേഹത്തിന്റെ അത് മണി കൺട്രോളിൽ മാത്രമല്ല, ഞാൻ വായിച്ച മണി കൺട്രോളിൽ ആയതുകൊണ്ട് പറയുകയാണ്, അവരോട് മാത്രമുള്ള എക്സ്ക്ലൂസിവിറ്റി അല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ മീറ്റിംഗിൽ പങ്കെടുക്കില്ല എന്ന് മുൻകൂട്ടി വൈസ് പ്രസിഡന്റിന് ഓഫീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതായത് എനിക്കും റിജിജുവിനും പാർലമെന്ററി വർക്കുമായി ബന്ധപ്പെട്ട് മറ്റ് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് ഈ വൈകുന്നേരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് മുൻകൂറായിട്ട് വൈസ് പ്രസിഡന്റിന്റെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് JP നഡ്ഡ പറഞ്ഞു. റോണി അത് അറിയാതെ വന്നിരുന്ന ഈ ചർച്ചയിൽ അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, അതായത് ഭരിക്കുന്ന പാർട്ടി തന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ തന്നെ ആളായിട്ടുള്ള സഭാധ്യക്ഷനെതിരെ ഒരു പ്രമേയം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്നാൽ അത് സ്വാഭാവികമാണ്, അല്ലെങ്കിൽ അത് നടക്കാത്ത കാര്യമല്ല എന്ന് ശ്രീജിത്ത് പറഞ്ഞു എന്നാണ് സിബി പറഞ്ഞത്. സംഭവിച്ചിട്ടുണ്ട്. ബീഹാറിൽ സംഭവിച്ചിട്ടുണ്ട്. വിജയ് കുമാർ സിൻഹ ബീഹാറിലെ സ്പീക്കർ ആയിരുന്ന സമയത്ത് ഭരിക്കുന്ന പാർട്ടി തന്നെ അദ്ദേഹത്തിനെതിരെ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്നു. ആ നോ കോൺഫിഡൻസ് മോഷൻ ജയിക്കും എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം രാജിവെച്ചു. പഞ്ചാബിൽ ജോഗീന്ദർ സിംഗ് മാൻ 1960-കളിലാണ്, 68-ലോ 70-ലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ജോഗീന്ദർ സിംഗ് മാൻ പഞ്ചാബിൽ ഇരിക്കുന്ന സമയത്ത് ശിരോമണി അകാലിദളാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അതൊക്കെ നടക്കുന്ന കാര്യമാണ്, ഇതൊന്നും നടക്കാത്ത കാര്യമൊന്നുമല്ല. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളുടെ അസംഷന്റെ പേരിൽ ഒരു വൈസ് പ്രസിഡന്റിനെതിരെ ഭരിക്കുന്ന പാർട്ടി, അതായത് ഇത്രയും ശക്തനായ പോരാളിയായിട്ട് BJPക്ക് അങ്ങനെയൊക്കെ ഇനി ന്യായീകരിക്കാം. ഞാൻ പറഞ്ഞത് താങ്കളുടെ ഒറിജിനൽ പോയിന്റ് അതായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് പടവരുത്തുകയും ചെയ്ത ഒരാളിനെതിരെ അതിനെ വ്യാഖ്യാനിക്കണം. ഞാൻ പറഞ്ഞത് അത് വളരെ സ്വാഭാവികമായ ഞാൻ മറുപടി പറയുമ്പോ ഞാനത് മറുപടി പറയുമ്പോ താങ്കൾ അത് അസ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഇല്ലാത്ത ഒരു കാര്യത്തിനാണ് നമ്മൾ അസ്വാഭാവികം എന്ന് പറയുക. അത് ഭരിക്കുന്ന പാർട്ടി നോ കോൺഫിഡൻസ് മോഷൻ അസ്വാഭാവികമാണെന്ന് താങ്കൾക്ക് അഭിപ്രായം? ഒരു സെക്കൻഡ്, അല്ല, വൈസ് പ്രസിഡന്റിനെതിരെ ഉണ്ടാവണം. സഭാധ്യക്ഷനാണ്, വൈസ് പ്രസിഡന്റിനെ അല്ലല്ലോ പുറത്താക്കുന്നതാണോ? സഭാധ്യക്ഷനെയാണ്. ബൈ വെർച്യൂ ഓഫ് ബീങ് ദ വൈസ് പ്രസിഡന്റ് ഹി ഈസ് ദി അധ്യക്ഷൻ ഓഫ് ദി രാജ്യസഭ അല്ലേ? രാജ്യസഭ ചെയറിനെതിരെയല്ലേ വൈസ് പ്രസിഡന്റിനെതിരെ നിങ്ങൾക്ക് അവിശ്വാസം കൊണ്ടുവരാൻ പറ്റും? അതെവിടെ കൊണ്ട് പാസ്സാക്കും? നിങ്ങൾ കൊണ്ടുവരുന്നത് ആർക്ക്? അതൊരു സഭയിലെ അധ്യക്ഷനാണ്. സഭ എന്ന് പറയുമ്പോൾ പാർലമെന്റ് ആയാലും നിയമസഭ ആയാലും സഭയാണ്. സഭയിലെ അധ്യക്ഷനാണ്. ഭരിക്കുന്ന പാർട്ടി കൊണ്ടുവരികയാണ്. നോ കോൺഫിഡൻസ് മോഷൻ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലോജിക്കൽ എൻഡിങ് എന്തുവാ? അദ്ദേഹം പുറത്തു പോകുന്നു, പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പുതിയ ആളുണ്ടാവുന്നു. അത് തന്നെയാണ് നടക്കുക. പിന്നെ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് ആത്യന്തികമായിട്ട് പിന്നെ നിങ്ങൾക്ക് രണ്ടുപേരെ കിട്ടുമോ? അല്ല സിബി, നിങ്ങൾക്ക് ഒരു വൈസ് പ്രസിഡന്റെയും രാജ്യസഭയിൽ മറ്റൊരു അധ്യക്ഷനെ നിങ്ങൾക്ക് കിട്ടുമോ? അത്തരം ചോദ്യം ചോദിക്കരുത്. അത് നമ്മുടെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുന്ന രാജ്യസഭാ ചെയർമാനെതിരെയാണ് അവിശ്വാസ പ്രമേയം വരുന്നതെങ്കിലും ഫലത്തിൽ ഉപരാഷ്ട്രപതിയുടെ രാജിയിലേക്കാണല്ലോ കാര്യങ്ങൾ. കാരണം എന്താണ്? ബൈ വെർച്യൂ ഓഫ് ബീങ് ദ വൈസ് പ്രസിഡന്റ് ഹി ഈസ് ദ ഹെഡ് ഓഫ് ദ ഹൗസ്. സ്പീക്കർക്കെതിരെ നിങ്ങൾക്ക് രാഷ്ട്രപതിക്കെതിരെ നിങ്ങൾ രാഷ്ട്രപതിക്കെതിരെ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുമോ? നിങ്ങൾ കൊണ്ടുവരുന്നത് സഭാധ്യക്ഷനെതിരെയാണ്. സഭാധ്യക്ഷൻ വൈസ് പ്രസിഡന്റ്, നമ്മൾ ഈ ചാൻസലർ ഗവർണർ ആണ് എന്ന് പറയുന്നത് പോലെയാ. നിങ്ങൾ നടപടി എടുക്കുന്ന ആർക്കെതിരെയാ? ചാൻസലർക്കെതിരെയാ, ഗവർണർക്കെതിരെ അല്ല. രണ്ടും ഒരാളല്ലയോ എന്ന് ചോദിച്ചതുകൊണ്ട് കാര്യമില്ല. പിന്നെ അതാണ് പറഞ്ഞത്. ചാൻസലർ എങ്ങനെ പറ്റും? ചാൻസലർ ഗവർണർ അല്ലാതെ മറ്റൊരാളിനെ കേരളത്തിൽ ചാൻസലർ ആക്കാൻ പറ്റുമോ സിബി? എന്ത് നിയമമാണ് താങ്കൾ പറയുന്നത്? പിന്നെ രണ്ടുപേരും ഒരാളല്ലേ? ചാൻസലറിനെ പുറത്താക്കാൻ കഴിയുമോ? ഒരു സെക്കൻഡ് മറുപടി പറയുമ്പോൾ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയോ പുതിയ എക്സ്പ്ലനേഷൻ കൊണ്ടുവരികയോ ചെയ്യരുത്. ഞാൻ എന്റെ അവസരത്തിൽ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഹെൽത്ത് ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഹെൽത്ത് ഗ്രൗണ്ട് ഞാൻ ഉൾപ്പെടെ ഈ ചർച്ചയിൽ പറഞ്ഞത് എന്താ? അത് മാത്രമായിരിക്കില്ല കാരണം എന്ന് ഞാൻ തന്നെ പറഞ്ഞില്ലേ. പിന്നെ
ഹെൽത്ത് ഗ്രൗണ്ട് ആണെന്ന് കരുതിക്കോളൂ. ഹെൽത്ത് ഗ്രൗണ്ട്സിന്റെ പേരിൽ അങ്ങനെ രാജിവെക്കുന്നത് അസ്വാഭാവികമാണ് എന്നാണ് ശ്രീ റോണി കെ ബേബി പറയുന്നത് എങ്കിൽ KPCC പ്രസിഡന്റ് ആയിരിക്കും VM സുധീരൻ രാജിവെച്ചതിന്റെ പേരില ഇപ്പൊ പറയാവോ? ഹെൽത്ത് ഗ്രൗണ്ട്സ് അല്ല എന്ന് അന്ന് മറ്റുള്ള ആൾക്കാർ എല്ലാവരും പറഞ്ഞിരുന്നു, കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ശ്രീ റോണി കെ ബേബി എന്തുകൊണ്ട് പറ്റില്ല? KPCC അധ്യക്ഷനായിരുന്ന VM, എന്താ ശരി, ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നാരായൺ തിവാരി ആന്ധ്രാപ്രദേശിലെ ഗവർണറായിരുന്ന നാരായൺ തിവാരി രാജിവെച്ചിരിക്കുന്നത് ഹെൽത്ത് ഗ്രൗണ്ട്സിലാണ്. ശരിക്കും ഹെൽത്ത് ഗ്രൗണ്ട്സിലായിരുന്നോ? ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്? ആരാന്നത് ആവശ്യപ്പെട്ടത്? നാരായൺ തിവാരി ഏത് പാർട്ടിക്കാരനാണെന്ന് റോണി കെ ബേബിക്ക് എന്തായാലും അറിയായിരിക്കുമല്ലോ. അപ്പൊ അത് അന്ന് നടന്നിരിക്കുന്നത് ശരിക്കും ഹെൽത്ത് ഗ്രൗണ്ട്സ് ആയിരുന്നോ അല്ലയോ? അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു. ഹെൽത്ത് ഗ്രൗണ്ട്സ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ് റോണി കെ ബേബിയുടെ വായിൽ നിന്ന് വരുമെങ്കിൽ ഞാൻ സമ്മതിച്ചു. ഞാൻ പറയുന്നത് ഇവിടെ വിശദീകരണം നൽകേണ്ടത് ആരാണ്? എന്തോ അത് ഇതുമായിട്ട് കമ്പാരിസൺ പോലും ഇല്ല. ഗവർണറാണ് ഗവർണർ രാജിവെക്കുന്നത് ഹെൽത്ത് ഗ്രൗണ്ട്സിലാണ് എന്ന് പറയുന്നതും ഉപരാഷ്ട്രപതി രാജിവെക്കുന്നത് ഹെൽത്ത് ഗ്രൗണ്ട്സിലാണെന്ന് പറയുന്നതും തമ്മിൽ താങ്കൾക്ക് എന്താ തോന്നുന്നത്? രണ്ടും ഭരണഘടനാ പദവികളാണ്. ഉരുളരുത്. നാരായൺ തിവാരി കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഉരുളരുത്. രണ്ടും ഭരണഘടനാ പദവിയാണ്. രണ്ടും ഭരണഘടനാ പദവിയും കേന്ദ്ര സർക്കാർ നോമിനിയുമാണോ? നോക്കൂ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വാദം നിയമപരമായും ഭരണഘടനാപരമായിട്ടുമാണ് ഞാനിവിടെ വാദിച്ചത്. ഞാനിവിടെ വാദിച്ചിരിക്കുന്ന നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ ലെജിറ്റിമേറ്റ് ആയിട്ട് പറയൂ. എനിക്ക് ഒരൊറ്റ വ്യത്യാസം മാത്രമേ ശ്രീ റോണിയിൽ നിന്ന് അറിയേണ്ടതുള്ളൂ. രണ്ട് ഭരണഘടനാ പദവികൾ, നാരായൺ തിവാരി ആസ് ഗവർണർ, ഇപ്പോ അദ്ദേഹം ധൻകർ ആസ് വൈസ് പ്രസിഡന്റ്, രണ്ടുപേരും അവരുടെ ഔദ്യോഗിക സ്ഥാനം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഒഴിയുന്നത് ഹെൽത്ത് ഗ്രൗണ്ട്സിൽ എന്ന് പറയുന്നു. കമ്പാരിസൺ ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് പറയൂ. അതുകൊണ്ടെന്താ നോമിനേറ്റഡ് ആയതുകൊണ്ട്? അല്ലല്ല, ഒരു സെക്കൻഡ്. നോമിനേറ്റഡ് ആയതുകൊണ്ട് ഹെൽത്ത് ഗ്രൗണ്ട്സ് വരില്ല എന്നൊക്കെ ആരാ പറഞ്ഞത്? ഇലക്ടഡ് ആണെങ്കിൽ നോമിനേറ്റഡ് ഹെൽത്ത് ഗ്രൗണ്ട്സ് വരില്ല, നോമിനേറ്റഡ് ആണെങ്കിൽ ഹെൽത്ത് ഗ്രൗണ്ട്സ് വരാവുന്ന എന്താ കാര്യം? അങ്ങനെ എന്ന് വെച്ചാൽ എന്റെ പോയിന്റ് അതാണ്. മഞ്ജുഷ് പറഞ്ഞതാണ് എന്റെ പോയിന്റ്. അതായത് ഹെൽത്ത് ഗ്രൗണ്ട്സിലല്ല, ഹെൽത്ത് ഗ്രൗണ്ട്സ് ആണെന്ന് പറയുന്നതെല്ലാം ഹെൽത്ത് ഗ്രൗണ്ട്സ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ധൻകറിന്റെ കാര്യത്തിൽ പല കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ ഹെൽത്ത് ഗ്രൗണ്ട്സ് മാത്രമേ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യത്തിലാവുകയുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. VM സുധീരൻ രാജിവെച്ചതായാലും നാരായൺ തിവാരിയുടെ രാജിയാണെങ്കിലും ജഗദീപ് ധൻകറിന്റെ രാജിയാണെങ്കിലും ഒരേ സ്വഭാവമാണ്. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും നിയമം അറിയത്തില്ല, ഞങ്ങളാരും നിയമം പഠിക്കാതെയാണ് ഈ ചർച്ച. എന്നാ പിന്നെ FIR എടുത്ത് എന്താന്ന് ചോദിച്ചെന്തിനാ? FIR എടുക്കാത്ത എന്താന്ന് ചോദിച്ചെന്താ? അല്ല റോണി, ഇത് ചോദിച്ചതിന് മറുപടി പറയൂ. നിയമം താങ്കൾക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ FIR എടുത്തില്ല എന്ന് ചോദിച്ചതിന്റെ കാരണം പറഞ്ഞാൽ മതി. ഞാൻ ആൻസർ പറയാം. അങ്ങ് ഇവിടെ പറഞ്ഞ വീരസ്വാമി കേസ്, ആ വീരസ്വാമി കേസില് സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ജഡ്ജിമാർ എന്ന് പറയുന്നതും they are also public servants. Prevention of Corruption Act is applicable to them. Only one condition. Chief Justice of India prior sanction വേണം അവർക്കെതിരെ FIR എടുക്കാൻ പറഞ്ഞു. സുപ്രീം കോടതി റിജക്ട് ചെയ്തു. ഏതാണ് ഒരു പെറ്റീഷൻ ഇദ്ദേഹത്തിനെതിരെ FIR എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിന് മുമ്പിൽ വന്ന പെറ്റീഷനാണ് സുപ്രീം കോടതി തള്ളിക്കൊണ്ടിരിക്കുന്നത്. അത് നിയമം നിലനിൽക്കില്ല. ഇവിടെ ആരാണ് അവിടെ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്? കേന്ദ്ര സർക്കാർ ക്ലാരിഫിക്കേഷൻ നൽകണം. കേന്ദ്ര സർക്കാർ യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് FIR എടുക്കാനുള്ള അനുമതിക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടില്ല. ഇല്ലെന്നെങ്ങനെ അറിയാം? ഞാൻ ആധികാരികമായി പറയാണ്. അല്ല, ഞാൻ ചലഞ്ച് ചെയ്യല്ല. താങ്കളുടെ സോഴ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. ഈ സോഷ്യൽ മീഡിയ ട്രോൾസ് ആണോ നേരത്തെ പോലെ? അല്ലല്ല, ഒരു സെക്കൻഡ്. അത് എവിടെ സോഴ്സ്? മഞ്ജുഷ, അതിന്റെ സോഴ്സ് എവിടെയാ? കേന്ദ്ര സർക്കാർ സമീപിച്ചില്ല എന്ന് പറയുന്നതിന്റെ സോഴ്സ് എന്താണ്? വളരെ കൃത്യമാണ്. പാർലമെന്റ് കൂടി തിങ്കളാഴ്ചയാണല്ലോ ലോക്സഭയിൽ ഞങ്ങളുടെ പാർലമെന്റ് ചോദ്യം ചോദിച്ചിട്ട് മറുപടി പോലും കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞില്ല എന്നുള്ളതല്ല, ഇത് കൊടുത്തില്ല എന്നുള്ളത് പറയുന്നതിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. കൊടുത്തില്ല എന്ന് താങ്കൾ ആധികാരികമായി പറയുന്ന സോഴ്സ് എന്താണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് കേന്ദ്ര സർക്കാർ യശ്വന്ത് വർമ്മയ്ക്കെതിരെ FIR എടുക്കാൻ പെർമിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് സമ്മതിച്ചില്ല? എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല? കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്താ? സുപ്രീം കോടതി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഇല്ല? വളരെ ഒരു സ്വകാര്യ വ്യക്തി നൽകിയ പെറ്റീഷൻ തള്ളിക്കളഞ്ഞു. അങ്ങനെയല്ല. ചോദ്യം അതല്ല. സുപ്രീം കോടതി യശ്വന്ത് വർമ്മയുടെ വിഷയത്തിൽ
അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ. അദ്ദേഹത്തെ ഒരു നിമിഷം പോലും കസേരയിൽ ഇറക്കി വിടാൻ വേണ്ടി പറഞ്ഞ ചീഫ് ജസ്റ്റിസ്. അങ്ങനെ അഭിപ്രായമുള്ള ഒരാളിന്റെ അടുത്ത് ഒരു പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? എന്നിട്ട് എന്തുകൊണ്ടാണ് ആ പെറ്റീഷൻ റിജക്ട് ചെയ്തത്? എന്തുകൊണ്ട് അതിൽ ഡിസിഷൻ വന്നില്ല? ആരാണ് എഫ്ഐആർ ഇടാൻ ചോദിക്കേണ്ടത്? കേന്ദ്ര സർക്കാരാണോ എഫ്ഐആർ ഇടുന്നത്? കേന്ദ്ര സർക്കാരാണോ എഫ്ഐആർ ഇടുന്നത്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? പിന്നെ കേന്ദ്ര സർക്കാർ റിക്വസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞോ? കേന്ദ്ര സർക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ആരാ എഫ്ഐആർ ഇടേണ്ടത്? ആരാണ് എഫ്ഐആർ ഇടേണ്ടത്? ഡൽഹി പോലീസ്. ആര് റിക്വസ്റ്റ് ചെയ്യണം? ഡൽഹി പോലീസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ എങ്ങനെ അറിയുന്നതാണ് ഞാൻ ചോദിച്ചത്. എനിക്കറിയില്ല ഇതിനെ കുറിച്ച്. മറുപടി നൽകിയിട്ടില്ല. പാർലമെന്റിൽ മറുപടി നൽകുന്നുള്ളതല്ലോ, കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? മലയാളിയാണല്ലോ ഹർജി നൽകിയിരിക്കുന്നത്. അതിന്റെ മറുപടി അതല്ല. സുപ്രീം കോടതി ആ വിഷയത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസവും ഹർജി കോടതി ആ വിഷയത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. അതാണ് കാര്യം. അതല്ലല്ലോ തീരുമാനം. സുപ്രീം കോടതി അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇടുന്ന കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനം എടുത്തിട്ടില്ല. അതാണ് അതിലെ കാര്യം. സുപ്രീം കോടതി തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം വന്നിട്ടില്ല. ഇത്രയും കാര്യം അഭിപ്രായം പറഞ്ഞിരിക്കുന്ന സുപ്രീം കോടതി എന്തുകൊണ്ടാണ് നിങ്ങൾ പെർമിഷൻ വാങ്ങാത്തത്? കേന്ദ്ര സർക്കാരോട് ചോദിക്കില്ലേ? ജഡ്ജിയാണല്ലോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ ആ വാദം നടന്നതും. സുപ്രീം കോടതി ആ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി ആ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും യശ്വന്ത് വർമ്മ ജഡ്ജിയാണല്ലോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. ഈ ഡൽഹി പോലീസ് യശ്വന്ത് വർമ്മയെ ഈ പറയുന്ന എഫ്ഐആർ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയോ ഇല്ലയോ? എനിക്കറിയത്തില്ലെന്നേ. ഞാനതാ ചോദിച്ചത്. മലയാളിയായ ഒരാൾ തന്നെയാണ് അങ്ങനെ ഒരു താങ്കൾ പറയുന്നതിന്റെ സോഴ്സ് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. നമുക്കറിയാം. ശരി വിനോദ്, പാർലമെന്റിൽ ചോദിച്ച ചോദ്യം, പ്രൈവറ്റ് കംപ്ലൈന്റ് നമുക്കറിയാം. എന്റെ സോഴ്സ് ഞാൻ പറഞ്ഞില്ല. പാർലമെന്റിൽ പ്രതിപക്ഷം ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മറുപടി പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞേ? ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞോ? ഡൽഹി പോലീസ് കൊടുത്തിട്ടില്ല എന്ന് മറുപടി പറഞ്ഞോ? മറുപടി കൊടുത്തിട്ടില്ല. ഡൽഹി പോലീസ് കൊടുത്തിട്ടില്ല എന്ന് മറുപടി പറഞ്ഞോ അതോ മറുപടി കൊടുത്തിട്ടില്ലയോ? അത് പറയൂ. അതായത് ഡൽഹി പോലീസ് അത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഡൽഹി പോലീസ് അത് നോക്കൂ. ഈ വിഷയത്തിൽ വളരെ കൃത്യമായ സ്റ്റാൻഡ് സുപ്രീം കോടതി എടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയ അപമാനമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കേസിൽ കേന്ദ്ര സർക്കാരോ ഡൽഹി പോലീസോ ഇതുമായി ബന്ധപ്പെട്ട അപ്രോച്ച് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ ചെവിക്ക് പിടിക്കും സുപ്രീം കോടതി. സുപ്രീം കോടതി ഈ വിഷയത്തിൽ നിലവിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതല്ല എങ്കിൽ അങ്ങനെ കൊടുത്തിട്ടത് തീരുമാനമെടുത്തിട്ടില്ല എന്നോ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തീരുമാനം വന്നിട്ടില്ല എന്ന് പറയുന്നതിനുള്ള സോഴ്സ് ആണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളല്ല ഉരുളുന്നത്. നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിയമം നിങ്ങളല്ല ഇപ്പൊ കൈയോടെ പിടിച്ചത്. പറഞ്ഞിരിക്കുന്ന നിയമപരമായിട്ടുള്ള ബ്ലണ്ടറിനെ അല്ല ഇപ്പൊ ഈ ചർച്ചയിൽ പിടിച്ചത്. റോണി പറഞ്ഞ എന്തുകൊണ്ട് ഡൽഹി പോലീസ് എഫ്ഐആർ ഇട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന റോണി പറഞ്ഞ നിയമപരമായിട്ടുള്ള ബ്ലണ്ടറിനെയാണ് ഈ ചർച്ചയിൽ ഞാൻ തുറന്നു കാട്ടിയത്. അപ്പൊ നിങ്ങളാണ് ഉരുളുന്നത്. എന്നിട്ട് ഞാനാണ് ഉരുളുന്നത്. നിയമപരമായി നിങ്ങളുടെ അജ്ഞാനമാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? നിയമപരമായി നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ റോണി? അത് ചെയ്യുമോ റോണി? റോണി അത് ചെയ്യാമോ? നിയമപരമായി നിങ്ങൾക്ക് അറിവില്ലായിരുന്നു, നിങ്ങൾ ഇപ്പൊ ഈ ചർച്ചയിലാണ് അത് പഠിച്ചതെന്ന് പറയുമോ? നിയമപരമായി നിങ്ങൾക്ക് അറിവില്ലായിരുന്നു, അല്ല ഒരു സെക്കൻഡ് ശ്രീത് പണിക്കർ, ഒറ്റ സെക്കൻഡ് അങ്ങയോട്. അങ്ങിപ്പോ സോഴ്സിനെ പറ്റി ചോദിക്കുന്നു, അല്ലെങ്കിൽ ട്രോളുകളെ പറ്റി സംസാരിക്കുന്നു. ഈ സോഴ്സ് കേന്ദ്ര ഗവൺമെന്റ് ഇറക്കുന്നത് മാത്രമാണ് സത്യം എന്ന് പറയുന്നു. അങ്ങനെ ഒരു പോസ്റ്റ് ജൂലൈ 13 രാജ്യസഭയിൽ ഇപ്പൊ ഇന്നലെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ 5 പുതിയ MP-മാർക്ക് സത്യപ്രതിജ്ഞ കൊടുത്തതിൽ ഒരു MP കേരളത്തിലുള്ള സദാനന്ദൻ മാസ്റ്റർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ അങ്ങ് തിരുത്തിയേക്കുക. ഈ സദാനന്ദൻ മാസ്റ്ററെ പറ്റി അങ്ങ് ജൂലൈ 13 ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ പോസ്റ്റ് അദ്ദേഹം പറയാം അദ്ദേഹത്തിന്റെ കാല് പോയതിനെ പറ്റി തിരക്കണമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാല് പോകുന്നതിന് മുമ്പ് മറ്റു രാഷ്ട്രീയ സാഹചര്യം കൂടെ ഉണ്ട്. അതായത് ഞാനിപ്പോ അത് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം ഞാൻ CPM വന്നിട്ട് പറഞ്ഞതായിരുന്നു. അതായത് CPM-ന്റെ അദ്ദേഹത്തിന്റെ തന്നെ കസിൻ സഹോദരനായ ജനാർദ്ദൻ എന്ന് പറയുന്ന ആളുടെ കാല് വെട്ടുന്ന കേസിലെ പ്രതിയും അതിന് മുൻപ് നിന്ന ആളാണ് സദാനന്ദൻ മാസ്റ്റർ. ഈ സോഴ്സിനെ പറ്റി അന്വേഷിച്ചിട്ട് എന്തോ അല്ലല്ല ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ.
ഞാൻ പറഞ്ഞോട്ടെ. അപ്പം അങ്ങ് സോഴ്സുകളെ പറ്റി പറയുന്നു. അങ്ങേക്ക് സോഴ്സുകളായി കിട്ടുന്ന കാര്യങ്ങൾ, അല്ലെ അങ്ങയുടെ താല്പര്യത്തിന്റെ നിരീക്ഷണങ്ങൾ മാത്രമല്ല സോഴ്സുകൾ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? സദാനന്ദൻ മാഷിനെ എനിക്ക് വ്യക്തിപരമായി അറിയാം. ഒന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങ് പറഞ്ഞു ഇറക്കി കഴിഞ്ഞാൽ എന്റെ ഫ്ലോ പോകും. ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങേക്ക് താല്പര്യമുള്ള രീതിയിൽ അങ്ങ് ആ വാർത്ത അല്ലെ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധ്യത അദ്ദേഹം അങ്ങ് സംസാരിക്കുന്നു, അങ്ങ് അത് പോസ്റ്റ് ചെയ്യുന്നു. സോഴ്സ് എവിടെയാണ്? നിങ്ങൾ എന്ത് വാർത്തയുടെ സോഴ്സ് ആണ് നിങ്ങൾ ഈ പറയുന്നത്? എന്താണ് സോഴ്സ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങളുടെ സോഴ്സ് എന്ന് പറഞ്ഞത് സിബി സത്യൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സിബി സത്യൻ അറിയാം ഒരു സോഴ്സ് എന്താണ്. ഞങ്ങൾ രണ്ടും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഈ ചർച്ചയിൽ പറഞ്ഞതെങ്കിലും ഒരു സോഴ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് അത് വേറൊരു ചർച്ചയാണ്, അതിലേക്ക് പോകേണ്ട ഇപ്പോൾ. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്ന് ചോദ്യം ഇതായിരുന്നു: ഉപരാഷ്ട്രപതി രാജിവെച്ചത് BJP-യുമായുള്ള ഭിന്നതയിലോ? അതെ എന്ന് 67% പ്രേക്ഷകരും, അല്ല എന്ന് 28%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.